നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കരകുളം ബ്രദറൻ സഭ ഈ സ്ഥലത്ത് ക്രമീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ട് ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് എനിക്ക് ഇടയായതിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയാണ് പ്രിയപ്പെട്ട സഭ ഈ പരസ്യമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു യോഗം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ അധ്വാനവും പ്രയത്നവും കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് ഈ യോഗങ്ങളുടെ പിന്നിൽ ദൈവ കൃപ കണ്ട് മനസ്സിലാക്കുന്നതിന് ഇടയാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതിനു മുമ്പും പലവട്ടം പ്രിയപ്പെട്ട സഭ ക്രമീകരിച്ചിട്ടുള്ള വിവിധ ശുശ്രൂഷകളിൽ വന്ന് പങ്കെടുക്കുന്നതിനും വചനം ശുശ്രൂഷിക്കുന്നതിനും ഇടയായിട്ടുള്ള ദിവസങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ യോഗത്തിൽ വിവിധ നിലകളിൽ പാട്ടുപാടിയും പ്രാർത്ഥിച്ചും അതുപോലെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയും മറ്റ് അത്യധ്വാനം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നുള്ളത് പിന്നത്തേതിൽ മനസ്സിലാക്കുന്നതിന് ഇടയായി തീരും. അങ്ങനെ ഭവിക്കട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ ദാസനിലൂടെ അനുഗ്രഹീതമായ ദൈവവചന കേൾവി ഈ പ്രദേശത്തിന് ലഭിച്ചു. അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെയും തുടരുന്ന യോഗങ്ങളിൽ വളരെയേറെ ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് തുടർന്നുള്ള സമയം ദൈവവചനത്തിൽ നിന്നും കേൾക്കുന്നതിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33-ഉം 34-ഉം വചനങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33-ഉം 34-ഉം വചനങ്ങൾ വായിക്കാം. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ലോകം മുഴുവനുമുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ വളരെ ആദരവോടെ, ഭക്തിയോടെ, ആരാധനാത്മകമായ ഹൃദയത്തോടെ സ്മരിക്കുകയും പ്രസംഗിക്കുകയും അങ്ങനെ ലോകം മുഴുവനുമുള്ള ആളുകൾ കേൾക്കുന്നതിന് ഇടയായി തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്നുള്ളത്. ഇത്രമാത്രം പ്രസക്തിയോടെ ലോകവ്യാപകമായിട്ട് സ്മരിക്കപ്പെടുന്ന വേറെ ഒരു മരണം ഇല്ല തന്നെയാണ്. എന്നാൽ മഹാന്മാരും മഹത്തുക്കളും മസ്തിഷ്കമല്ലന്മാരും മതഗുരുക്കന്മാരും ലോകശ്രദ്ധയെ ആഴമായി പിടിച്ചുപറ്റിയിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രതിഭാശാലികളായ എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. അവരാരുടെയും മരണം പിന്നീട് ഇതുപോലെ സ്മരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എല്ലാവരും മരിച്ചതുപോലെ യേശു ക്രിസ്തു മരിച്ചിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഈ പ്രസംഗത്തിന് അർത്ഥമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ എല്ലാ നിലയിലും തികച്ചും വ്യത്യസ്തമായ വ്യതിരിക്ത ഭാവത്തോടുകൂടെ നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വവും ആ വ്യക്തിത്വത്തിൻ്റെ മരണവുമാണ് നാം ഇവിടെ പ്രതിപാദിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പേ ക്രൂശ് എന്താണ്, എന്തിനാണ് ഒരാളിനെ ക്രൂശിച്ചു കൊല്ലുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ക്രൂശ് എന്ന് പറയുന്നത് ആ കാലത്ത് ഏറ്റവും
നികൃഷ്ടവും നീചവുമായ നിലയിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ക്രിമിനൽ പുള്ളികളെ, രാജ്യദ്രോഹം ചെയ്ത കുറ്റവാളികളെ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഏറ്റവും ഹീനമായ, നികൃഷ്ടമായ, ഭയാനകമായ, ആരും അറപ്പോടെ നോക്കിക്കാണുന്ന ഈ ക്രൂശ് മരണം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കുരിശിനെ കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു രൂപഭംഗിയും ആ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ ഏറ്റവും ആകർഷണീയമായ മുഖഭാവവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ കുരിശും കുരിശിൽ മൃതിയടഞ്ഞ യേശുക്രിസ്തുവും ആ സമയത്തായിരുന്നു എന്നുള്ളത് വേദപുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ ക്രൂശിനെ ആളുകൾ ഭീമത്സമായ നിലയിൽ, ശാപകരമായ നിലയിൽ, നികൃഷ്ടമായ നിലയിൽ, നീചമായ നിലയിൽ, ശാപത്തിനും പ്രാക്കിനും പ്രതീകമായിട്ടായിരുന്നു കണ്ടിരുന്നത്. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ കുരിശിൻ്റെ ആ ഭാവം തന്നെ അങ്ങ് മാറി. കുരിശിനെ കുറിച്ച് ആളുകളിൽ ഉണ്ടായിരുന്ന ധാരണയ്ക്ക് സമ്പൂർണമായ മാറ്റം ഭവിച്ചു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ ക്രൂശ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിജയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായി അങ്ങ് ഭവിച്ചു. അതുകൊണ്ട് തന്നെയാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ ക്രൂശ് ഒരു പ്രസംഗ വിഷയമായി തീർന്നു. അത് തന്നെ ഒരു അത്ഭുതമല്ലേ? പ്രസംഗ വിഷയമായി തീർന്നു. ആരുടെയെങ്കിലും മരണം വഴിനീളെ നടന്ന് ഇതുപോലെ മൈക്ക് കെട്ടിവെച്ച് ഞങ്ങളുടെ ഈ ആൾ ഇന്ന നിലയിൽ മരിച്ചുവേ എന്ന് പറയുമോ? അത് ആ പ്രസ്ഥാനത്തിന് തന്നെ ക്ഷീണമല്ലേ? അത് പറയുന്ന ആളുകൾക്കും അനുഗാമികൾക്കും അതൊരു ബലക്ഷയമല്ലേ എന്നതാണ് സത്യം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നട്ടെല്ലായി തീർന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മരണം ഒഴിവാക്കിയാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ശൂന്യമാണ്, വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു നേട്ടമാണ്. ക്രൈസ്തവ ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു കാലം വരെ മതങ്ങളുടെ മാതാവായ യഹൂദ മതത്തിൻ്റെ വീക്ഷണത്തിൽ ക്രൂശിനെ നോക്കി കണ്ടത് അത് ശാപകരമായ ഒരു മരണമായിട്ടാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ആ ശാപകരമായ കുരിശുമരണം ക്രിസ്തു വഹിച്ചതിലൂടെ ശാപം മാറി ഭാഗ്യമായി, അനുഗ്രഹമായി തീർന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രൂശിനെ അന്നത്തെ രാഷ്ട്രീയ മേഖലയിൽ റോമാ സാമ്രാജ്യം കണ്ടിരുന്നത് ഏറ്റവും ബലഹീനമായ ഒരു മരണമായിട്ടാണ്. അതുപോലെ താത്വിക ലോകത്തിൽ യവനായ തത്വചിന്ത പ്രഭുക്കന്മാരായ ബുദ്ധിരാക്ഷസന്മാരായ ആളുകൾ മൊത്തത്തിലെ യവനായ തത്വചിന്ത കുരിശിനെ കണ്ടിരുന്നത് ഏറ്റവും ഭോഷത്വമായ ഒരു കാര്യമായിട്ടാണ്. അത് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടർക്ക് ശാപകരമായും മറ്റൊരു കൂട്ടർക്ക് ബലഹീനമായും മറ്റൊരു കൂട്ടർക്ക് ഭോഷത്വവുമായിരുന്ന ഈ കുരിശുമരണം പ്രസംഗ വിഷയമായി തീർന്നു എന്നത് വളരെ ആവേശത്തോടുകൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രൂശ് പിന്നീട് സുവിശേഷമായി തീർന്നു എന്നാണ്. 2 തിമോഥെയോസ് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അത് എൻ്റെ സുവിശേഷമെന്നാണ്. എത്ര ശ്രേഷ്ഠമായ ഒരു വിഷയമായിരിക്കുന്നു നോക്കിക്കേ. ലോകത്തിൽ ഒരാളുടെയും മരണം സുവിശേഷമായിട്ട്, നല്ല വിശേഷമായിട്ട് തീർന്നിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമാകട്ടെ, അത് സുവിശേഷമാണ്, അത് പ്രസംഗ വിഷയമാണ്, അത് അനുഗ്രഹത്തിൻ്റെ വിഷയമായി തീർന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ നമ്മൾ ആ വിഷയം ഒന്നും കൂടെ കേൾക്കുവാനായിട്ട് പോകുകയാണ്. കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ്. ലോകം മുഴുവനുമുള്ള ആളുകൾ ഈ വിഷയം ഓർക്കുവാനും അയവിറക്കുവാനും ഇടയായി തീർന്നു. ആ ശ്രേഷ്ഠമായ കുരിശുമരണത്തിൻ്റെ ചില ഭാഗങ്ങൾ വീണ്ടും ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ ഓർക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് കേൾക്കുന്ന എല്ലാവർക്കും, ഈ ഗ്രാമത്തിനും ഒരു ആത്മീയമായ ചൈതന്യത്തിന് നിദാനമായി
ഫലമായി ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഈ പ്രമേയത്തിലേക്ക് ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. ഞാൻ ഈ വിഷയം ഇവിടെ 2 ഭാഗങ്ങളായിട്ട് പറയുവാനാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ നിസ്തുല്യത, യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മാത്രം പ്രത്യേകത എന്താണ് എന്ന് പറയുവാനാണ്. രണ്ടാമത്, ആ കുരിശിൽ കിടക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ 1-ാമത്തെ മൊഴിയും കൂടി അല്പം വിശദീകരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ആ പാദപത്മങ്ങളിൽ പൂർണ്ണമായിട്ടും ശരണപ്പെടുകയാണ്. ആസ്പദമായി കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 33-ഉം 34-ഉം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. തലയോടിയിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഈ വാക്യത്തിലാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കാണുന്നത്. ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു എന്നാണ്. ഈ ക്രൂശ് മരണത്തിൻ്റെ പ്രത്യേകത എന്താണ്? വലത്തും ഇടത്തും ക്രൂശിക്കപ്പെട്ട ആളുകളെ പോലെയല്ല യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം പ്രവചന നിവൃത്തിയായിരുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും കൂടെ പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എഴുതപ്പെട്ട തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുവാനിടയായത്. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ക്രൂശിൽ മരിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് വളരെ വ്യക്തമായ നിലയിൽ തെറ്റുകൂടാത്ത ഭാഷയിൽ പ്രവാചക ശ്രേഷ്ഠന്മാർ എഴുതി വച്ചിരുന്നു എന്നാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നോക്കിക്കേ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കണേ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം ആ തിരുവെഴുത്തുകളിൻ പ്രകാരം എന്ന് പറയുന്നത് കണ്ടല്ലോ. തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തുവോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിക്കുകയും അടക്കം ചെയ്യപ്പെട്ട് 3-ാം നാളിൽ ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, യേശുക്രിസ്തു ജനിച്ചത് തിരുവെഴുത്തുകളിൻ പ്രകാരം, യേശുക്രിസ്തു ജീവിച്ചത് തിരുവെഴുത്തുകളിൻ പ്രകാരം, യേശുക്രിസ്തു പ്രസംഗിച്ചത് തിരുവെഴുത്തുകളിൻ പ്രകാരം, യേശുക്രിസ്തു പ്രവർത്തിച്ചത് തിരുവെഴുത്തുകളിൻ പ്രകാരം, യേശുക്രിസ്തു മരിച്ചത് തിരുവെഴുത്തുകളിൻ പ്രകാരം, യേശുവിനെ അടക്കം ചെയ്തത് തിരുവെഴുത്തുകളിൻ പ്രകാരം, യേശു ഉയിർത്തെഴുന്നേറ്റത് തിരുവെഴുത്തുകളിൻ പ്രകാരം, യേശു സ്വർഗാരോഹണം ചെയ്തത് തിരുവെഴുത്തുകളിൻ പ്രകാരം പോരാ, യേശു മടങ്ങി വരുന്നതും തിരുവെഴുത്തുകളിൻ പ്രകാരം. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ആരെങ്കിലും പറഞ്ഞെങ്കിലും കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്ത് ഇതുപോലെ ഒരു വ്യക്തിയെക്കുറിച്ച് നേരത്തെ രേഖപ്പെടുത്തപ്പെട്ട വാക്കുകളോ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾക്കോ വ്യത്യാസം വരാതെ വള്ളി പുള്ളി കുത്തു കോമയെല്ലാം അക്ഷരാർത്ഥത്തിൽ നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ഈ ഉലകത്തിൽ ജനിച്ച വേറെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിപ്പാനുണ്ട്. എത്ര ശ്രേഷ്ഠതയോടുകൂടെ, എത്ര സന്തോഷത്തോടുകൂടെ ഓർക്കേണ്ട ഒരു കാര്യം. കുറച്ചു പേരാണെങ്കിലും കൂടിയിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ വിഷയമായ നമ്മുടെ കർത്താവെ എത്ര സത്യസന്ധതയോടെ ഓർക്കേണ്ട ഒരു വിഷയമാണെന്ന് ഓർത്ത് നോക്കിക്കേ. അവൻ എഴുതപ്പെട്ടതുപോലെ വന്നു. ഇനി ഇതോട് ചേർത്ത് വെച്ച് വായിക്കാൻ ഒരുപാട് വാക്യങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം കൂടെ നോക്കിക്കേ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. വായിക്കാമോ? പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. എന്നിട്ട് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം. അതായത് യഹൂദന്മാരുടെ പഴയ നിയമ ബൈബിളിനെ 3ആയിട്ടാണ് പിരിച്ചിട്ടുള്ളത്. ആ 3 വിഭജന ഭാഗവും ഇവിടെ പറയുന്നുണ്ട്. ന്യായപ്രമാണം, പ്രവാചക പുസ്തകം, സങ്കീർത്തനം. ഇവിടെ എല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട സകല കാര്യങ്ങളും
അക്ഷരം പ്രതി നിവൃത്തീകരിക്കപ്പെടണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യേശുക്രിസ്തുവിന്റെ ജനനം. വേദപുസ്തകത്തെ ആഴത്തിൽ പഠിക്കുന്ന വേദപഠിതാക്കളായ ആളുകൾ അത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ 333ഓളം പ്രവചനങ്ങൾ ഉണ്ടെന്നാണ്. അതിന്റെ ഒന്നാമത്തെ പ്രവചനമാണ് ഏദൻ പൂങ്കാവനത്തിൽ ഉണ്ടായത് സ്ത്രീയുടെ സന്തതിയായിട്ട് അവൻ ജനിക്കും എന്നുള്ളത്. അതിനെ തുടർന്നുള്ള മറ്റു ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ വിവരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ ജനനം മുതൽ പുനരാഗമനം വരെയുള്ള സമസ്ത കാര്യങ്ങളും വീണ്ടുവരവ് വരെയുള്ള എല്ലാ വിഷയങ്ങളും നേരത്തെ എഴുതപ്പെട്ട വിഷയങ്ങൾ വാക്കുകൾക്കെല്ലാം അക്ഷരം പ്രതി നിവൃത്തി വരുത്തി കൊണ്ടുവന്നു. അതിലൊരു വാക്യമാണ് 40-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താണ്? ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു എന്നുള്ള പ്രവചനത്തിന്റെ നിവൃത്തിയായിട്ടാണ് ഇറങ്ങി വന്നത്. ഒരു പ്രസംഗ ശൈലിയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ ഒരു പിടി പ്രവചനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മറിയ എന്ന മഹിളാമണിയുടെ മകനായി ഈ മണ്ണിന്റെ മടിയിൽ ഇന്നേക്ക് 2026 ആണ്ടുകൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുകയും പിന്നെ തുടർന്ന് 33 വർഷത്തോളം കാലം ഈ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുകയും ഒടുവിലായി കാൽവരിയിലെ ക്രൂശിൽ അവിടെ നിന്ന് മൃതിയടയുവാൻ ഇടയായി തീരുകയും ചെയ്തത് മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 33ഓളം പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെ സിംഹഭാഗവും യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം സങ്കീർത്തനത്തിലാകട്ടെ എത്രയോ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രൂശുമരണത്തോട് സംബന്ധപ്പെട്ട പ്രവചനം അതിനും 600 വർഷങ്ങൾക്ക് മുമ്പേ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്തിന് ഞാൻ ഇത്രയൊക്കെ ഇത് വിശദീകരിക്കുന്നത്? പുറത്തൊക്കെ ഇരുന്ന് ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ കേൾക്കുന്ന മാന്യ സ്നേഹിതരോട് എല്ലാവിധമായ ബഹുമാനത്തോടും അപ്പോൾ തന്നെ അഭിമാനത്തോടും കൂടെ വേദപുസ്തകത്തെ വെളിച്ചമാക്കിക്കൊണ്ട് ഞാൻ ഈ നാട്ടുകാരോട് പറയുന്നു, ഇവിടെ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു ജനിക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടുത്തെ ജനനം തുടങ്ങി മരണ അടക്ക വിധങ്ങൾ എല്ലാം എഴുതിയിരുന്നു. അങ്ങനെ എഴുതപ്പെട്ട പ്രകാരം ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ഒരു വ്യക്തിയാണ്. ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു ആരാധ്യ പുരുഷൻ, മറ്റേതെങ്കിലും ഒരു ദൈവസങ്കല്പം എന്നൊക്കെ ആളുകൾ പറയുന്ന വിധത്തിലുള്ള ആരെയെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏക വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് ഞാൻ ആ 1-ാം ഭാഗം വിടുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ അനന്തമായ പ്രത്യേകതയുടെ ഒരു പ്രത്യേകത എഴുതപ്പെട്ട പ്രവചനങ്ങളുടെ നിവൃത്തിയായി അവിടുന്ന് ഉലകത്തിലേക്ക് വന്നു, ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തോട് സംബന്ധപ്പെട്ട് അപ്പോൾ നടന്നതായ അതിഭയങ്കരമായ സംഭവ വികാസങ്ങൾ. അതുകൊണ്ട് അവയുടെ അകമ്പടിയോടുകൂടി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അത്ഭുതപരമായ ഒരു മരണമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒറ്റപ്പെട്ട ഏക സംഭവമാണ്. ഇങ്ങനെ മറ്റാരും മരിച്ചപ്പോൾ പ്രകൃതിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു പ്രകൃതിയിൽ ഉണ്ടായതായ സംഭവങ്ങൾ? മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം എടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മത്തായി 27-ന്റെ 50 മുതലുള്ള വാക്യം. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം 2ആയി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന പലർക്കും പ്രത്യക്ഷമായി. ഇനി അതിന്റെ 43-ാമത്തെ വാക്യം നോക്കാമോ? 43. അവൻ 6-ാം മണി നേരം മുതൽ 43 അല്ലല്ലോ 45. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അവിടെ മുതൽ പിന്നെ 50 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ 6 ഡസനോളം പ്രത്യേകതകൾ, സംഭവങ്ങൾ അപ്പോൾ പ്രകൃതിയിൽ ഉണ്ടായതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനത് ഒന്നൊന്നായിട്ട് ഓർപ്പിക്കാം. നോക്കിക്കോ. 45-ാം വാക്യത്തിൽ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് പറയുന്നത് നോക്കുക, ദൈവാലയത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി.
അത് കഴിഞ്ഞിട്ട് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച ഒരുപാട് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ കല്ലറകൾ വിട്ട് പുറത്തു വന്നു. ശ്രദ്ധിച്ചാൽ 1/2 ഡസനോളം സംഭവങ്ങൾ കുരിശുമരണം നടക്കുന്ന സമയത്തുണ്ട്. നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ട്. അപ്പോൾ യേശു പ്രാണനെ വിട്ട ആ സമയത്ത് പ്രിയപ്പെട്ടവരെ നോക്കുക, ഭൂമി കുലുങ്ങിയെന്ന്, പാറ പിളർന്നു എന്ന്, ദൈവാലയത്തിലെ തിരശ്ശീല 2 ചീന്തിപ്പോയി. നോക്കണേ, സൂര്യൻ ഇരുണ്ടുപോയി. ഈ ലോകത്തിൽ എത്രയെത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിവേദനയോടുകൂടെ അന്ത്യശ്വാസം വലിച്ച അനേകം ആളുകളെ നമുക്ക് ഈ ലോകത്തിൽ അറിയാം. അവരാരും മരിച്ചപ്പോൾ, ലോകത്തിൽ ഒരൊറ്റ മനുഷ്യന് മരിച്ചപ്പോൾ പാറ പിളർന്നിട്ടില്ല. ലോകത്തിൽ ആരും മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങിയിട്ടില്ല. ലോകത്തിൽ ആരും മരിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ടില്ല. ലോകത്തിൽ ആരും മരിച്ചപ്പോൾ ശേഷമുള്ള ആളുകളുടെ കല്ലറ തുറന്നിട്ടില്ല. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വലിയ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവപുത്രന്റെ ഈ അതിഭയങ്കരമായ, ഈ ഭയാനകമായ മരണം കണ്ടു നിൽക്കുവാൻ പ്രകൃതിയിൽപ്പെട്ട സൂര്യന് കഴിഞ്ഞില്ല. സൂര്യൻ കണ്ണടച്ചു പോയി. ഭൂമി പ്രകമ്പനം കൊണ്ട് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ഇത് സംബന്ധിച്ച് മനോഹരമായ ഒരു പാട്ട് നമ്മുടെ ഇടയിലുള്ള അനുഗ്രഹീതനായ കവി ടി കെ സാമുവൽ സാറ് പാടിയിട്ടുണ്ട്. നമ്മൾ പാടുമല്ലോ, പാടാൻ മേലെങ്കിലും ഒന്ന് പാടാൻ നമുക്ക് ചേർന്ന്. പാറ പിളർന്നു പാരിളകുന്നു പാവനമൃതരുയിരാർന്നുക, പാറ പിളർന്നു പാരിളകുന്നു പാവനമൃതരുയിരാർന്നുക, കീറുകയായി ശീലയും തന്മൃതി നേരം സൂര്യനിരുണ്ടുപോയി, കീറുകയായി തിരശീലയും തന്മൃതി നേരം സൂര്യനിരുണ്ടുപോയി. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുലം. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അവിടെ നിന്ന് പ്രാണനെ വിട്ടതായ വേളയിൽ ഈ പാട്ടുകാരൻ ഉച്ചരിക്കുന്ന വാക്കുകളെല്ലാം അതുപോലെ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അതില് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആ തിരശീല എന്നൊരു പ്രയോഗം കണ്ടോ? ദൈവാലയത്തിലെ, യെരുശലേം ദൈവാലയത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം താനേ ചീന്തിപ്പോയെന്ന്. ആരും പിടിച്ച് കീറിയതൊന്നുമല്ല, അതങ്ങ് അതുപോലെ അങ്ങ് സംഭവിച്ചു. നോക്കണേ, പ്രപഞ്ച സൃഷ്ടാവിന്റെ മരണം കണ്ടപ്പോൾ ദൈവാലയത്തിലെ തിരശീല 2 ചീന്തി. അത് കേവലം ഒരു സന്ദർഭത്തോട് അനുബന്ധിച്ച് നടന്ന ഒരു യാദൃച്ഛികമായ ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ആ തിരശീലയെ അങ്ങനെ 2 ചീന്തിക്കളയണം എന്നുള്ളത് തമ്പുരാൻ കർത്താവിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യം തന്നെ എന്ന് പറയണം. 2 വസ്ത്രങ്ങൾ യേശുക്രിസ്തുവിന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കീറപ്പെട്ടതായി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 26-ാം അധ്യായത്തിൽ കയ്യഫാവ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഒരു വലിയ മഹാപുരോഹിതൻ കയ്യഫാവിന്റെ മുമ്പാകെ യേശുവിനെ വിസ്തരിക്കുകയാണ്. വിസ്തരിക്കുന്ന വേളയിൽ കയ്യഫാവ് യേശുവിനോട് ചോദിക്കുകയാണ്, നീ വന്യനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് കയ്യഫാവ് യേശുവിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് 2 വട്ടം ചിന്തിക്കാതെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഉടനെ കർത്താവ് മറുപടി പറഞ്ഞു, ഞാനാകുന്നു. ആര്? നീ ചോദിച്ച ആ ആള് ഞാൻ തന്നെയാണ്. ഞാൻ ദൈവപുത്രൻ തന്നെയാണ്, ഞാൻ ദൈവമാണ്. 2 കാര്യങ്ങൾ അവൻ അതിന്റെ തുടർച്ചയായി ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, നീ രാജാവാണോ എന്നുള്ളത്. തൽക്കാലം നമുക്ക് അതിന് വിടാം. ഇത് പറഞ്ഞ ഉടനെ മഹാപുരോഹിതൻ എന്നാ ചെയ്തു? അവന്റെ വസ്ത്രം 2 ചീന്തിക്കളഞ്ഞു. ശ്രദ്ധിക്കണേ, വിസ്താരവേളയിൽ പുരോഹിത വസ്ത്രം ചീന്തിക്കളഞ്ഞു. ലേവ്യ പുസ്തകത്തിൽ ശക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പുരോഹിതൻ ഒരിക്കലും അവന്റെ വസ്ത്രം കീറിക്കൂടാ. കീറിക്കഴിഞ്ഞാൽ പൗരോഹിത്വം അവിടെ തീർന്നു, പൗരോഹിത്വം അസ്തമിച്ചു എന്നുള്ളതാണ്. അതിരിക്കട്ടെ ഒരു കാര്യം. തൊട്ടുപുറകെ 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ ദൈവാലയത്തിലെ തിരശീല. ഇതിനെക്കുറിച്ചും വേദപുസ്തക ആഴമായി പുസ്തകം പഠിക്കുന്നവർ എഴുതുന്നത് അതിന് ഏതാണ്ട് 70 അടിയോളം പൊക്കമുണ്ടെന്നാണ്. 30 അടിയോളം
എട്ടോളം വീതി ഉണ്ടെന്നാണ്. 4 ഇഞ്ച് കനം തന്നെ അതിനുണ്ട്. ചുവപ്പ് നൂല്, നീലനൂല്, ധൂമ്ര നൂല്, അതുപോലെ പഞ്ഞിനൂല് ഒക്കെ കൊണ്ടുണ്ടാക്കിയ വിശിഷ്ടമായ വിശേഷപ്പെട്ട ചിത്രത്തയ്യലുള്ള ഒരു പ്രത്യേകമായ ശീലയാണത്. നാം വിചാരിക്കും പോലുള്ള ഒരു പുതപ്പോ ഒരു മുണ്ടോ ഒരു തുണിയോ ഒന്നും അല്ല. അത് പ്രത്യേകമായ ഒരു ശീലയാണ്. അത് പെട്ടെന്നൊന്നും കീറിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുള്ള തിരശീലയാണ് പ്രിയപ്പെട്ടവരെ. മാനുഷികമായ കൈയുടെ സ്പർശനമേൽക്കാതെ ദൈവപുത്രൻ കാൽവരിയിലെ ക്രൂസിൽ പ്രാണനെ വിടുന്ന ആ പ്രത്യേകമായ സന്ദർഭത്തിൽ ഈ തിരശീല ഇതാ മേൽതൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഈ 2 വസ്ത്രങ്ങളും ചീന്തപ്പെട്ടതിന്റെ പിറകിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവാലയത്തിലെ ഈ തിരശീല ചീന്തി ഇത് മാറ്റപ്പെട്ടപ്പോൾ ഇതാ വിശാലമായി തുറക്കപ്പെട്ട ഒരു കവാടം. ആ കവാടത്തിലൂടെ പറയാതെ വിളിച്ചു പറയുന്ന വാചാലമായ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? അറച്ചു നിൽക്കണ്ട, പകച്ചു നിൽക്കണ്ട, പേടിച്ചു നിൽക്കണ്ട, വരിക, എല്ലാവർക്കും ക്രിസ്തു ദേഹമെന്ന തിരശീലയിലൂടെ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയിലൂടെ ആർക്കും സ്വാഗതം. മതം മനുഷ്യനെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ചട്ടതിട്ടങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും എതിരായിട്ട് ഇതാ ചീന്തപ്പെട്ട തിരശീലയിലൂടെ അകത്തേക്ക് ഉള്ള ക്ഷണം നമ്മൾ അവിടെ കാണുന്നു. അതുപോലെ തന്നെ പൗരോഹിത്വ വസ്ത്രം ഒരു കൂട്ടർക്ക്, അതും ആണ്ടിൽ ഒരു പ്രാവശ്യം അവർക്ക് മാത്രമേ അവകാശപ്പെട്ടിരുന്നുള്ള ഈ കാര്യം എല്ലാവർക്കുമായി സമ്മാനിച്ചുകൊണ്ട് ആ വസ്ത്രവും ചീന്തപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലെ ശ്രേഷ്ഠമായ ഒരു വസ്തുത എന്ന് പറയുന്നത് അതും കൂടിയാണ്. അവിടുന്ന് അത്ഭുതമാകുന്ന ഒരു മരണമാണ് വരിച്ചത്. ആ മരണത്തിലൂടെ ആത്മീയമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കൈവന്നിരിക്കുന്നു. അത് അത്യത്ഭുതമായ അത്ഭുതങ്ങളുടെ ഒരു മരണമായിരുന്നു. പ്രവചന നിവൃത്തിയായിരുന്നു. അത് അത്ഭുതമാകുന്ന ഒരു മരണമായിരുന്നു. നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. മൂന്നാമത് ഈ മരണത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1 തീമോഥെയോസിന്റെ 6-ാം അധ്യായം, 1 തീമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നോക്കാമോ? 16-ാമത്തെ വാക്യം, അതിന്റെ ആദ്യത്തെ വരി മാത്രം വായിച്ചാലും മതി. 1 തീമോഥെയോസ് 6:16. താൻ മാത്രം അമർത്യതയുള്ളവന് മതി. താൻ മാത്രം അമർത്യതയുള്ളവന്. നമ്മൾ ബൈബിളിൽ വളരെ മനോഹരമായിട്ടാണ് ആ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാവാമയുള്ളവരും എന്നാണ്. എന്ന് പറഞ്ഞാൽ ചാകാത്തവരായ ഒരുത്തൻ. താൻ മാത്രം അമർത്യത ഉള്ളവൻ എന്ന് പറഞ്ഞാൽ, അമർത്യത എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തത് എന്നാണ്. ഇനി ഈ മരണമില്ലാത്തതായ ഈ അവസ്ഥയിൽ ഒരുത്തനേ ഉള്ളൂ. അതാണ് താൻ മാത്രം അമർത്യത ഉള്ളവൻ. ദൈവത്തിന് മരണമില്ല. പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നുണ്ടോ നിങ്ങളിത്? യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരിക്കരുതാത്തവന്റെ മരണമാണ് ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ലോകം കണ്ടത്. അതാണ് യേശുവിന്റെ മരണത്തിന് ശ്രേഷ്ഠത. അതാണ് യേശുവിന്റെ മരണം പ്രസംഗ വിഷയമാകുന്നത്. അതാണ് യേശുവിന്റെ മരണം സുവിശേഷമാകുന്നത്. അതാണ് യേശുവിന്റെ മരണം നമുക്ക് അനുഗ്രഹ വിഷയമായി തീരുന്നത്. മരിക്കരുതാത്തവൻ മരിച്ചു. മരിക്കേണ്ട ഒരാള് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. എന്തുകൊണ്ട്? ഒന്ന് പറ, എന്തുകൊണ്ട്? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളെല്ലാം മരിക്കണം. പേടിയുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ? എന്തിനാ പേടിക്കുന്നത്? അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമില്ല. നമ്മളൊക്കെ മരിക്കണം. നമ്മൾ മരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ആര് മരിച്ചാലും അത്ഭുതമൊന്നുമില്ല. നേരത്തെ പോകുന്നുവെങ്കിൽ ഭാഗ്യമെന്ന് ഓർക്കാനേ ഉള്ളൂ. എന്നാൽ ഇവിടെ യേശുവിന്റെ മരണമെന്ന് പറയുന്നത് മരിക്കരുതാത്തവന്റെ മരണമെന്ന്. അവന് മരണമില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത് യേശു ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി. എന്താ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി എന്ന് പറയുന്നത്? ദൂതന്മാർക്ക് മരണമില്ല. അപ്പൊ അവരെക്കാൾ താഴ്ച വന്നെന്ന് പറഞ്ഞാൽ നോക്കണേ, അവരുടെയും സൃഷ്ടാവായ ദൈവം ദൂതന്മാരെക്കാൾ ഒരുപടി താഴെ ഇറങ്ങി വന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ അവരെക്കാളും താഴ്ചയിലേക്ക് വന്നു. അവനേറ്റവും താഴ്ചയിലേക്ക് വന്നു. അതാണ് യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ അധികം വിവരിക്കാതെ വരട്ടെ. അതോട് ചേർത്ത് ഒരു അനുബന്ധ വാക്കുകൂടി പറയാം. മരണത്തിന് യോഗ്യമായതൊന്നും ചെയ്യാത്തവന്റെ മരണമാണ് യേശുവിന്റെ മരണം. ഒന്ന്, മരിക്കരുതാത്തവന്റെ മരണം. ഓക്കെ. 2, മരണത്തിന് യോഗ്യമായിട്ട് ഒന്നും ചെയ്യാത്തവന്റെ മരണം. അതാണ് ഈ മരണത്തിന് മഹത്വം കൂടുന്നത്, മാറ്റുകൂടുന്നത്. എവിടെ എഴുതിയിരിക്കുന്നു നോക്കാം.
മത്തായി ലൂക്കോസിന്റെ സുവിശേഷം 23-22 വാക്യം വായിച്ച്. 23-22. അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത ദോഷമെന്ത്? അവൻ ചെയ്ത ദോഷമെന്ത്? മരണയോഗ്യമായതൊന്നും ഞാൻ വേദപുസ്തകത്തിൽ അടിയിൽ വരയിട്ടിരിക്കുന്ന പ്രയോഗം അവിടെയാണ്. നോക്കണേ, അവൻ മരണയോഗ്യമായതൊന്നും, എല്ലാവരും ഒന്ന് ഏറ്റുപറ, മരണയോഗ്യമായതൊന്നും ചെയ്യാത്തവനാണ് നമ്മുടെ കർത്താവ്. ഒന്ന്, മരണമില്ലാത്തവൻ, അത് അവിടുത്തെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്. 2, വിസ്തരിച്ചിട്ടും മരണത്തിന് തക്കതായ ഒരു തലനാരിഴയ്ക്കുള്ള ഊനം ചൂണ്ടിക്കാണിക്കുവാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല. വിസ്തരിച്ചിട്ട് പറയുന്നത് കണ്ടോ, അവൻ മരണത്തിന് യോഗ്യമായത് ഒന്നും ചെയ്തില്ല. കേൾക്കണോ, അവന്റെ 2 വശത്തും കിടക്കുന്ന 2 കള്ളന്മാരെ കുറിച്ച് അറിയാമല്ലോ. അവരെ കുറിച്ച് തന്നെ പറയുന്നത്, നാമോ സമശിക്ഷാവിധിക്ക് യോഗ്യന്മാർ എന്ന് പറയും. നമ്മൾ മരണത്തിന് തക്കതായ കുറ്റങ്ങൾ ചെയ്തവരാണ് മരണയോഗ്യരെന്ന് അവര് പറയുമ്പോൾ, അവരുടെ നടുവിൽ കിടക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് മരണത്തിന് യോഗ്യമായതൊന്നും ചെയ്തില്ല. യേശു എത്ര പരിശുദ്ധനാണ്! കോടതി പറയുന്ന സാക്ഷ്യമാണ്. മനസ്സിലായോ? മരണത്തിന് യോഗ്യമായതൊന്നും ചെയ്യാത്തവന്റെ മരണമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം. പിന്നെ എന്തിനെയാണ് അവനെ ക്രൂശിച്ചത്? അതാണ് വിഷയം. ഈ യേശു ക്രിസ്തുവിന്റെ വിസ്താരത്തോട് ബന്ധപ്പെട്ട് കോടതിയുടെ വിധിയും പിന്നീട് താൻ അനുഭവിച്ച പാടുമരണവും ഒക്കെ ചിന്തിച്ചാൽ മാനുഷിക ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിരോധാഭാസങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവന്റെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 37-ാമത്തെ വാക്യം. മത്തായി 27-ന്റെ വാക്യം നോക്കിക്കേ. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ, എല്ലാവരും ശ്രദ്ധിച്ചോണേ, യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി. കുറ്റസംഗതി എഴുതി വെച്ചിരിക്കുക. കുറ്റസംഗതി എന്താണ്? കുറ്റസംഗതി എഴുതിയിരിക്കുക. ഈ കുറ്റപത്രം, അവൻ ചെയ്ത കുറ്റം എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് അവൻ ചെയ്ത കുറ്റം? യഹൂദന്മാരുടെ അത് കുറ്റമാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുക, ഞാൻ ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുവോ? എന്നെ കുരിശിൽ തറച്ചു കൊല്ലുവോ? കൊന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഞാനൊരു സുവിശേഷ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അത്ഭുതമുള്ളത്? ഔദ്യോഗികമായ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ആ സ്ഥാനം അവർ ആ സ്ഥാനം അലങ്കരിക്കുന്നവരെന്ന് പറയുന്നതിൽ എന്ത് അപരാധമാണ് ഉള്ളത്? അതിലെന്താണ് കുറ്റമെന്ന് പറയുന്നത്? യേശു രാജാവാണെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ജനിച്ചപ്പോൾ തന്നെ മറ്റുള്ളവർ ആ സാക്ഷ്യം ഏറ്റെടുത്ത് പറഞ്ഞതാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവായി ജനിച്ചവനാണ് ക്രിസ്തു. പക്ഷെ രാജാവായി വാണിട്ടില്ല. പേടിക്കണ്ട, അനധിവിദൂര ഭാവിയിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. അവൻ രാജാവാണ്, ലോകൈക രാജാവാണ്. യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, ഇന്ത്യയുടെ രാജാവാണ്, ആഫ്രിക്കയുടെ രാജാവാണ്, അമേരിക്കയുടെ രാജാവാണ്, അഖിലാണ്ടത്തിന്റെ രാജാവാണ്. അവൻ ചെയ്ത കുറ്റം പോലും കുറ്റമെഴുതി. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, വിധിക്കപ്പെടുന്ന കുറ്റവാളിയെ ക്രൂശിക്കുന്നതിന് ആ വീതിയിലൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ മുംബൈ ഈ യാത്രയുടെ വിലാപയാത്രയുടെ മുംബൈ പോകുന്നവന്റെ കയ്യിൽ പുറകാലെ കുരിശു ചുമന്നുകൊണ്ട് വരുന്ന കുറ്റവാളിയുടെ കുറ്റങ്ങൾ ഇങ്ങനെ എഴുതി നീളത്തിൽ വെച്ചിട്ടുണ്ടായിരിക്കും ആ ഓലയിൽ. അവരിത് ഒന്നൊന്നായിട്ട് വായിക്കും. എന്റെ പുറകാലെ കുരിശു ചുമന്ന് വരുന്ന ഈ കുറ്റവാളി ഇന്ന കുറ്റങ്ങൾ നടത്തിയതിന്റെയും ചെയ്തതിന്റെയും പേരിൽ കോടതിയിൽ അത് തെളിഞ്ഞതുകൊണ്ട് അവന് തക്കതായ ശിക്ഷയാണ് അവനിപ്പോൾ വഹിച്ചു വരുന്ന കുരിശും ആ കുരിശിൽ തറച്ചു കൊല്ലപ്പെടേണ്ടതുമെന്ന് വായിച്ചു പോകും. അത് 2 വശത്തും തടിച്ചുകൂടുന്ന ആളുകൾ അത് കേൾക്കും. ഓ, ഇന്ന കുറ്റം ചെയ്തിട്ടാണോ ഇവനെ ക്രൂശിക്കാൻ കൊണ്ട് പോകുന്നതെന്ന് നാടറിയുന്നു, ആളുകൾ അറിയുന്നു. ചിലരത് കേൾക്കുമ്പോൾ പരിഹസിക്കും, ചിലർ നിനക്കത് വേണം, നീ തക്കതായതും എന്നെ നിനക്ക് കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പ്രാകുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. യേശുവിനെയും കുരിശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ യേശുവിന്റെ കുറ്റപത്രം വായിച്ചു കൊണ്ട് പോകുന്ന മുമ്പേ പോകുന്ന പടയാളിയോട് നമുക്ക് ചോദിക്കാം, താങ്കൾ എന്താണ് വായിച്ചുകൊണ്ട് പോകുന്നത്? മരിക്കാം, എന്താ വായിച്ചുകൊണ്ട് പോകുന്നത്? യേശു രാജാവെന്ന് പറഞ്ഞതാണോ നീ വായിക്കുന്ന കുറ്റപത്രം? ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതാണോ നിങ്ങൾ വായിക്കുന്ന കുറ്റപത്രം? അവനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ തന്നെ വെളിപ്പെടുത്തിയതാണ് അവൻ ചെയ്ത കുറ്റപത്രം. അല്ല, ഞാൻ ലോകത്തോട് ചോദിക്കട്ടെ, അല്ലയോ മനസാക്ഷിയിൽ കുത്തില്ലാത്ത ലോകം ഇത് കേൾക്കുമ്പോൾ, അല്ല മാനവരെ, സുഹൃത്തെ,
സഹോദരി സഹോദര, നിങ്ങൾ ഉത്തരം പറയണം. യേശു ചെയ്ത കുറ്റമെന്ത്? കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതാണോ? കുരുടന് കാഴ്ച കൊടുത്തതാണോ? ചെകിടനെ കേൾപ്പിച്ചതാണോ? മരിച്ചവനെ ഉയിർപ്പിച്ചതാണോ? വിശന്നവൻ ആഹാരം കൊടുത്തതാണോ? ദാഹിച്ചവനെ കുടിപ്പിച്ചതാണോ? രോഗിയെ സൗഖ്യമാക്കിയതാണോ? അലറുന്ന ആഴിയെയും ആഞ്ഞാഞ്ഞു വീശുന്ന കാറ്റിനെയും ശാന്തമാക്കി, പ്രകൃതിയെ ശാന്തമാക്കി മനുഷ്യർക്ക് സ്വസ്ഥത കൈവരിച്ചു നൽകിയതാണോ യേശു ചെയ്ത കുറ്റമെന്ത്? അല്ല. ഇന്നും ഒരുപാട് പേര് അലമുറയിട്ട് വിളിക്കാറുണ്ട്. ഞങ്ങളെ പോലെയുള്ള ആളുകൾ തെരുവുകളിൽ നിൽക്കുമ്പോൾ, വീടുകളിൽ പോകുമ്പോൾ ഈ സുവിശേഷം ഇതുപോലെയൊക്കെ വിളിച്ചു പറയുമ്പോൾ, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഈ തെരുവിന് വേണ്ട, ഈ ഗ്രാമത്തിന് വേണ്ട, കേരളത്തിന് വേണ്ട, ഇന്ത്യക്ക് വേണ്ട, ഗോ ബാക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന? അങ്ങനെ ആർത്തട്ടഹസിക്കുന്ന സ്നേഹിതരോട് സ്നേഹത്തോട് ഒരു സഹജീവി എന്ന നിലയിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ വേണ്ട എന്ന് പറയുവാൻ ഇവൻ ചെയ്ത കുറ്റമുണ്ട്? ഞാൻ വിഷയം വേറെ കിടക്കുന്നത് കൊണ്ട് ഈ പോയിന്റിലൂടെ നിൽക്കുന്നില്ല. ഒരുപാട് പറയാൻ ആവേശം വരുന്ന ഒരു സംഭവം, ഒരു വിഷയത്തിലേക്ക്, ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. മനസാക്ഷിയുള്ള മനുഷ്യൻ മറുപടി പറയണം. യേശുവിനെ വേണ്ട എന്ന് പറയുവാനായി, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം വേണ്ട എന്ന് പറയുവാനായി നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നിങ്ങൾ അതിന് കാരണമായി പറയുന്ന കാര്യം എന്താണ്? മരണകരമല്ലാത്തത് ഒന്നും ചെയ്യാത്ത മനുഷ്യൻ. യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത മരിക്കാത്തവന്റെ മരണം, മരണകരമായ കുറ്റമൊന്നും ചെയ്യാത്തവന്റെ മരണം, ഒരു കുറ്റവുമില്ലാത്ത മരണം. എന്നിട്ടും മരിച്ചു. അതാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. രാത്രിയിൽ ഒരു കോടതിയും വിസ്തരിച്ച് ഒരു കുറ്റവാളിയും ശിക്ഷിച്ചിട്ടില്ല ഇതുവരെയുള്ള ചരിത്രത്തിൽ. എന്നാൽ യേശുവിന് അങ്ങനെയാണ് സംഭവിച്ചത്. വിധി പ്രഖ്യാപിച്ച ശേഷം നിരപരാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധിയെ ക്രൂശിക്കുന്നത് മനുഷ്യത്വരഹിതമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, കാലങ്ങളായി മനുഷ്യരുടെ ശ്രവണപുടങ്ങളിൽ മുഴങ്ങുന്ന ഒരു നീതിയുടെ ഒരു ആപ്തവാക്യമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല എന്നുള്ള മനുഷ്യത്വപരമായ ആ ബോധം യേശുവിന്റെ കാര്യത്തിൽ കാറ്റിൽ പറത്തപ്പെട്ടതായിട്ട് കഠിനമായ നിലയിലാണ് ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് അവർ കൊണ്ടുപോയത്. ഇത് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ ശ്രേഷ്ഠമായ മറ്റൊരു പ്രത്യേകതയാണ്. നമുക്ക് വേഗം പോകാം. നാലാമത്തതായ കാര്യം യേശുവിന്റെ മരണത്തിന്റെ നാലാമത്തെ പ്രത്യേകത, റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. റോമാലേഖനം 3:25 വായിച്ചാട്ടെ ബ്രദറെ. സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുക. ശ്രദ്ധിക്കണേ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇവിടെ ആ പ്രായശ്ചിത്തം എന്ന പദം ശ്രദ്ധിക്കണം. പ്രായശ്ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് വ്യാപ്തമായ അർത്ഥമാണ് അതിനകത്തുള്ളത്. അതിൽ ഒന്ന്, ഒരുവൻ ചെയ്ത പാപത്തിന് വേണ്ടി പരിഹാരമായിട്ട് അർപ്പിക്കുന്ന ആ നേർച്ച, പരിഹാരമായിട്ട് അർപ്പിക്കുന്നതിനെയാണ് അതെന്തുമാകട്ടെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത കുറ്റങ്ങൾക്ക് വേണ്ടി, തെറ്റിന് വേണ്ടി ഞാൻ പ്രായശ്ചിത്തമായി കൊടുക്കുന്ന അത് എന്തുമായാലും അതാണ് പ്രായശ്ചിത്തം. മറ്റൊരർത്ഥമുള്ളത്, പ്രായശ്ചിത്തം എന്ന് പറയുന്നത് വഴിപാടർപ്പിച്ച് കോപം ശമിപ്പിക്കുക, വഴിപാടർപ്പിച്ച് കോപത്തെ ശമിപ്പിക്കുക. അതാണ് പ്രായശ്ചിത്തം. ആരുടെ കോപമാണ് ശമിപ്പിക്കേണ്ടത്? ദൈവത്തിന്റെ കോപം. ആരോട് ദൈവം കോപിക്കുന്നു? പാപത്തോടും, പാപം ചെയ്യുന്ന വ്യക്തിയോടും. അപ്പൊ എന്നോട് ദൈവം കോപിച്ചു നിൽക്കുന്നു, ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ എൻ്റെ ദൈവത്തിന്റെ കോപം എൻ്റെ മേൽ നിവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രായശ്ചിത്തമായിട്ട് അർപ്പിക്കണം. പഴയ നിയമത്തിൽ ഇത് പല ഭാഗത്തും പറയുന്നുണ്ട്. പ്രായശ്ചിത്തമായിട്ട് അർപ്പിക്കുന്ന ബദലായ സംവിധാനം രക്തമാണ്. ഒരു മനുഷ്യൻ അവൻ ചെയ്ത കുറ്റത്തിന് വേണ്ടി അവന്റെ വീട്ടിൽ നിന്ന് ഒരു കാളയെയോ ഒരു ആടിനെയോ പ്രാവിനെയോ ഒക്കെ കൊണ്ടുവന്ന് അതിന്റെ രക്തം ദൈവത്തിന്റെ സന്നിധിയിൽ യാഗപീഠത്തിങ്കൽ അർപ്പിക്കുമ്പോൾ അവന്റെ മേലുള്ള ദൈവത്തിന്റെ ആ കോപം അതിലൂടെ ശമിക്കപ്പെടുന്നു, പരിഹരിക്കപ്പെടുന്നു. ഇനി നോക്കിക്കോ, ഞാനും നിങ്ങളും, അല്ലയോ സുഹൃത്തെ, മതമാകട്ടെ, ഏതുമാകട്ടെ, വിശ്വാസം എന്തുമാകട്ടെ, താങ്കൾ ഒരു പാപിയാണ് എന്ന സത്യം താങ്കൾക്ക് തന്നെ അറിയാം. ഏത് പൊട്ടക്കണ്ണിനും അത് മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഏത് മതത്തിൽപ്പെട്ടയാളായാലും ഭൂമിയിൽ സ്ത്രീയിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ക്രിസ്തു ഒഴികെ എല്ലാവരും പാപികളാണ്.
ആ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് താങ്കൾ അർപ്പിക്കുന്ന ആ നേർച്ച കാഴ്ചകൾ പേരൊന്നും പറയാൻ ഞാനിവിടെ വരുന്നില്ല. അത് ധാന്യമാകട്ടെ, ധനമാകട്ടെ, ധാതുക്കളാകട്ടെ, മറ്റെന്തുമാകട്ടെ, അവയിലൊന്നും അത് പ്രസാദിച്ചിട്ട് അത് സ്വീകരിച്ചിട്ട് നിങ്ങളോടുള്ള ദൈവത്തിന്റെ കോപം ശമിക്കുമെന്ന് വിചാരിക്കരുത്. എന്റെ പാപത്തിന് വേണ്ടി, ഞാൻ ചെയ്ത അകൃത്യങ്ങൾക്ക് വേണ്ടി എന്ത് ഞാൻ കൊടുക്കണം, അത് കൊടുക്കട്ടോ, ഇത് കൊടുക്കട്ടോ, അതൊക്കെ ഉണ്ട് വാക്യങ്ങൾ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതൊന്നും ദൈവത്തിന് വേണ്ട. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ പ്രസക്തി നിൽക്കുന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപങ്ങൾക്ക് മോചനമില്ല. ഏത് രക്തം? പാപികൾക്ക് വേണ്ടി പകരമായി പ്രായശ്ചിത്തമായി ചൊരിയപ്പെടേണ്ട രക്തം പാപരഹിതമായ രക്തമായിരിക്കണം. അങ്ങനെ പാപരഹിതമായ ഒരു രക്തം ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ ശരീരത്തിലുള്ള രക്തമാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഒരുപക്ഷെ അറപ്പായിട്ടോ വിരുദ്ധമായിട്ടോ എതിർപ്പായിട്ടോ ഒക്കെ തോന്നണമല്ലോ. അതാണല്ലോ സ്വാഭാവികം. തോന്നുന്നതിലൊന്നും അത്ഭുതമില്ല. പക്ഷെ വസ്തുത അതാണ്. വിവരിക്കേണ്ട ഒരു ഭാഗമായത് എങ്കിലും ഞാൻ സമയത്തെ ഭയന്ന് വിവരിക്കുന്നില്ല. ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി നിഷ്കളങ്കനായി കുരളർക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രം, അതാണ് ബൈബിൾ പറയുന്നത്. ചേർന്ന് പറയാം, 1 യോഹന്നാൻ 1:7, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നെ ശുദ്ധീകരിച്ചതാ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തിയ പ്രായശ്ചിത്ത രക്തം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോട് ബന്ധപ്പെട്ടത്. ഞാൻ ആ പാപവും തൽക്കാലം വിടുന്നു. യേശുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്. 5-ാമത്തെ പ്രത്യേകത, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെ വായിക്കണം. ഒന്ന് വായിച്ചോ. ഞാൻ പറയുന്ന സമയത്ത് നിർത്തിയാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. അത് ശ്രദ്ധിച്ചോ, യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. അടുപ്പിച്ച ശേഷം യേശുവിനെ പുറത്തു കൊണ്ടുവരും. ഇത് പീലാത്തോസിന്റെ അരമനയ്ക്കകത്ത് കൊണ്ടുപോയി അതിദാരുണമായ ക്രൂരമായ നിലയിൽ അടുപ്പിച്ച കാര്യമാണ് അവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കണം. അടുപ്പിച്ച ശേഷം യേശുവിനെ പുറത്തു കൊണ്ടുവരുന്നു. 5-ാം വാക്യം വായിച്ചാട്ടെ. അങ്ങനെ യേശു, അങ്ങനെ എന്ന് പറഞ്ഞാൽ അടികൊണ്ട യേശു അടിയേറ്റവനായി ഇപ്പോ കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് പറയുകയാണ്, ആ മനുഷ്യനിതാ. ആര്? നിങ്ങൾ എന്റെ പക്കൽ ഏൽപ്പിച്ചില്ലേ ഒരു മനുഷ്യനെ കുറച്ചു മുമ്പേ? ഞാൻ കൊണ്ടുപോയില്ലേ അടിക്കാൻ? ആ അടികൊണ്ട മനുഷ്യനാണ് ഈ വന്നു നിൽക്കുന്നത്. ആ മനുഷ്യനിതാ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്ന ഒരു വലിയ ഭാഗമാണ് ആ മനുഷ്യനിതാ. പീലാത്തോസ് യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യനിതാ. എന്താണ്? അടിയേറ്റ ശേഷം യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ മനുഷ്യനിതാ. യേശു ആണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ, കണ്ടാൽ ഒരാളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി വികൃതമായി തീർന്ന് നമ്മുടെ കർത്താവ് ഒരു മാംസകഷണമായിട്ട് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ പീലാത്തോസ് പറയുന്നത്, നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ പച്ചയായ മനുഷ്യൻ, ആ നസറേത്തുകാരനായ യേശു ഉണ്ടല്ലോ, അവൻ തന്നെയാണ് ഈ നിൽക്കുന്നതെന്ന് ഒരു പരിചയപ്പെടുത്തലോടുകൂടി പീലാത്തോസ് ജനത്തിന്റെ മുമ്പാകെ യേശുവിനെ കൊണ്ടുവന്ന് നിർത്തുന്നു. മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ചാട്ടവാറ്? എന്താണ് ചമ്മട്ടിപ്രയോഗം? ഞാൻ ഉള്ള കാര്യം എൻ്റെ ഉള്ളിൽ നിന്ന് തുറന്നു പറയട്ടെ. എനിക്ക് പറ്റില്ല, എനിക്ക് മേല. എന്തോന്ന്? യേശുവിൻ്റെ ചാട്ടവാറടി പറയാനുള്ള കൽപ്പനയ്ക്കില്ല. അതിന് ഈ നാവ് പോരാ. അതിന് ഈ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ പോരാ. വർണ്ണനാതീതം എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, വർണ്ണനാതീതം. പിന്നെ അവാച്യം. പിന്നെ അപ്പുറത്തും മറ്റു വല്ല വാക്കുണ്ടോ? ഉണ്ടെങ്കിൽ വച്ചോ. അങ്ങനെ ആണേലും യേശുവിൻ്റെ ചമ്മട്ടി പ്രയോഗത്തെ പറയാൻ നമുക്ക് പറ്റത്തില്ല. അത്ര ഹീനമായ നികൃഷ്ടമായ
കഠിനമായ, ക്രൂരമായ, കിരാതമായ, പൈശാചികമായ ഒരു മർദ്ദന മുറയാണ് ഈ പറയുന്ന ചമ്മട്ടി പ്രയോഗം എന്ന് പറയുന്നത്. പിന്നെ ഇല്ല, മനുഷ്യനില്ല. ചമ്മട്ടി പ്രയോഗം കഴിഞ്ഞപ്പോൾ പ്രവാചക ശ്രേഷ്ഠൻ ചമ്മട്ടി പ്രയോഗത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു, അവർ എന്റെ മുതുകിന്മേൽ ഉഴുതു, അവർ ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി. കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാർ. ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളോട് പറയാം. ഈ അടി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഏത് പാറ ഹൃദയം പോലുള്ള കടുത്ത ഹൃദയനായ മനുഷ്യനും പിന്നെ ഇങ്ങനെ പറയും, ഇനി ഇവൻ എന്ത് ചെയ്യണ്ട, ക്രൂശിക്കണ്ട, കാരണം കിട്ടി, മതി, ഇതോടെ നിർത്താം, ഇതിൽ കൂടുതൽ കിട്ടാനൊന്നുമില്ല എന്ന് പറയും. ഈ പരുവത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പീലാത്തോസ് ചോദിച്ചത് അതാണ്, ഇവനെ നിങ്ങൾക്ക് വിട്ടുതരുവാൻ മനസ്സുണ്ടോ? എന്നിട്ടും അവര് പറഞ്ഞു പോരാ. അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യത ഓർത്തു നോക്കണേ. ചാട്ടവാറടി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം 39 പ്രാവശ്യം അടിക്കാം. അങ്ങനെ 3 പ്രാവശ്യം അടിക്കാം. ഇവന് അടിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ചാട്ടവാറാണ്. 1.5 അടി നീളമുള്ള, കയ്യിലൊതുങ്ങുന്ന ഒരു കൈപ്പിടിയും അതിൽ നിന്ന് നീണ്ടു പോകുന്ന 1.5 അടി നീളമുള്ള 3 ശാഖകളുള്ള തോൽവാർ. അത് വ്യത്യസ്ത, അതിന് ഓരോ വാറുകൾക്കും ഓരോ അളവാണ്. ഈ വാറിന്റെ അറ്റത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എല്ലിൻ കഷണങ്ങളും ഇരുമ്പ് തണ്ടുകളും ഈയ കഷണങ്ങളും ഒക്കെ അതിനകത്ത് ചേർത്ത് കെട്ടിവെച്ചിരിക്കും. എന്നിട്ടാണ് ഇത് അടിക്കുന്നത്. ഇതിനെ വെള്ളത്തിൽ മുക്കിയിട്ട് അതിന് പരുവത്തിന് അടിച്ച് ശീലിച്ചിട്ടുള്ള കരുത്തരായ പൗരുഷമുള്ള പുരുഷന്മാരെ, പടയാളികൾ അതിനു വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഒരാൾ ഒരു വശത്തും മറുനാൾ മറ്റൊരു വശത്തും നിന്നാണ് അടിക്കുന്നത്. ഈ പ്രതിയുടെ ശരീരത്തിലുള്ള മേൽവസ്ത്രം മുഴുവനും ഉരിഞ്ഞു മാറ്റിയിട്ട് ഒരു തൂണിന്മേൽ കൈ പൊക്കി തല കുനിഞ്ഞു വരുമാറ് ചേർത്ത് കെട്ടിവെക്കും. കെട്ടിവെച്ചിട്ടാണ് ആ മുതുകിന്മേൽ അടിക്കുന്നത്. നോക്കണേ പ്രിയപ്പെട്ടവരെ, ഒരു കരുത്തുറ്റ പുരുഷൻ ശക്തമായ നിലയിൽ ആ ഒരു മനുഷ്യന്റെ പുറത്തേക്ക് അടിച്ചിട്ട് തിരിച്ചു എടുക്കുന്ന ആ രീതി, ആ സംഭവം ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഒന്നടിച്ചു, അടുത്തും രണ്ടാമത് അടിക്കുന്നു, പിന്നെ അടിക്കുന്നു, മാറി മാറി അടിക്കുന്നു. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായി അടിക്കാം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏതാണ്ട് 120-ലധികം പ്രാവശ്യം ഈ അടി വീണ് പിന്നെ പറിച്ചെടുക്കുമ്പോൾ ശരീരഭാഗത്തിലുള്ള മാംസപേശികളെല്ലാം അതുപോലെ പറഞ്ഞു പോരുകയാണ്. അത് മാത്രമല്ല, ഞരമ്പുകളെല്ലാം പൊട്ടിപ്പോകും. ശരീര ഞരമ്പ് പൊട്ടിക്കഴിഞ്ഞാൽ രക്തപ്രവാഹമാണ് നിലയ്ക്കാനാവാതെ പിന്നെ ഒഴുകുന്നത്. അങ്ങനെ മാറി മാറി അടിക്കുക. അത് യഹൂദന്മാരുടെ രീതിയിൽ അടിച്ചാലാണ് ഈ പറഞ്ഞ 1 കുറയാതെ 40-39 അടി. റോമൻ പടയാളികൾ അടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. കാരണം അവർക്ക് ന്യായപ്രമാണം ലംഘിക്കണമെന്ന മനഃപൂർവ്വ ആഗ്രഹത്തോടുകൂടെ 2 കൂടുതൽ അടിക്കും. അങ്ങനെ നിയമത്തെ തെറ്റിക്കുക, ന്യായപ്രമാണത്തെ ലംഘിക്കുക. അങ്ങനെ അതിക്രൂരമായ നിലയിൽ മാറി മാറി യേശുവിനെ അടിച്ച് ശരീരത്തെ മുഴുവനും തകർത്തു. എനിക്ക് പറയാൻ വാക്കുകൾ വരുന്നില്ല, ഞാൻ വിങ്ങുകയാണ്. ഈ വിധത്തിൽ പിടയുന്ന, ഹൃദയം നുറുങ്ങുന്ന, ശരീരത്തിൽ ലോകത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യൻ അനുഭവിക്കാത്ത വേദന അനുഭവിക്കുകയാണ്. അകത്തുള്ള ശരീര എല്ലിൻ അസ്ഥികളെല്ലാം പുറത്ത് കാണുമാറ് ശരീരം മുഴുവനും അവിടുന്ന് ചീഞ്ഞു മാറുകയായിരുന്നു. അവിടുന്ന് ശരീരത്തിൽ നിന്നും മാംസപേശികൾ മുഴുവനും മാറിക്കഴിഞ്ഞു, ഒരു അസ്ഥിപഞ്ജരമായി നിൽക്കുന്നു. ഇപ്പോഴാണ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഒരു മാംസകഷണം അറുത്ത് മുകളിൽ തൂക്കി നിർത്തിയിരിക്കുന്നത് പോലെയുള്ള ഒരു ഭാവം. നിങ്ങൾക്കറിയാം, കുറച്ചു മുമ്പേ ഈ ക്രൂശ് മരണത്തെ ആസ്പദമാക്കി ഒരു സിനിമ പാശ്ചാത്യ ലോകത്തിൽ ഇറങ്ങി. ദ ഫാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമാ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ 10,000 ലക്ഷങ്ങളാണത് കണ്ടത്. സിനിമാ ടാക്കീസ് മരണ വീട് പോലെ ആളുകൾ പൊട്ടിക്കരയുവാനായിട്ടിടയായി. നിയമപരമായ ചില നിരോധനം അതിനകത്ത് കൊണ്ടുവന്ന് ഗർഭിണികളോ ഹാർട്ട് പേഷ്യന്റുകളോ ഇത് കയറി കാണുവാൻ പാടില്ല, സ്ത്രീകൾ കാണരുത് എന്നൊക്കെ. ഒടുവിൽ അതിനെ നിരോധിച്ചു എന്നാണ് അത് സംബന്ധിച്ചുള്ള ഒരു വാർത്തയിൽ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഭിനയിച്ച് കാണിക്കുമ്പോൾ ഇത്രയും ഭീകരവും
ഏതൊരു മനുഷ്യനും വിങ്ങി പൊട്ടുന്ന വിധത്തിലുള്ളതായിരുന്നാൽ അതിന്റെ ഒറിജിനാലിറ്റി ഒന്ന് ഓർത്തു നോക്കിക്കേ. ഈ വിധത്തിൽ തകർക്കപ്പെട്ടവനായി ഭക്തൻ വികാരഭരിതനായി തീർന്നിട്ട് ഇങ്ങനെ പാടി: ബെഥലേം പൂരി മുതൽ കാൽവറി കുരിശോളം, ബെഥലേം പൂരി മുതൽ കാൽവറി കുരിശോളം, വേദനപ്പെട്ടു മമ വേദനയകറ്റി നീ, വേദനപ്പെട്ടു മമ വേദനയകറ്റി നീ. ശ്രീയേശുനാഥ നിൻ സ്നേഹം ആർക്കു വേണ്ടി? അടിയാനെ പോലുള്ളോ അഗതികളെ പ്രതി, അടിയാനെ പോലുള്ളോ അഗതികളെ പ്രതി, അടിമുടി മുഴുവനും അടികൾ നീൽക്കയോ, അടിമുടി മുഴുവനും അടികൾ നീൽക്കയോ. ശ്രീയേശുനാഥ നിൻ സ്നേഹം എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നിന്നയോടെ കാണരുത്. ഇത് നിനക്ക് പകരമായി, എനിക്ക് പകരമായി. ഈ തോപ്പിൽ പ്രദേശത്തെ സ്നേഹിതരോട് പറയട്ടെ, താങ്കൾക്ക് പകരമായി ഇതുപോലെ ഒരു മരണം ക്രിസ്തുവിന്റെ മരണമല്ലാതെ എവിടെയെങ്ങും സംഭവിച്ചിട്ടില്ല. ദൈവത്തിന് മഹത്വം. അതിഭയാനകമായ ഒരു മരണം. അവസാനമായി ആ മരണത്തിന്റെ പ്രത്യേകതയിൽ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. ആ ഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നോക്കാമോ? അവരൊക്കെയും എബ്രായർ 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണം നീക്കിയ മരണമാണ് യേശുവിന്റെ മരണം. ആ വാക്ക് കണ്ടോ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, മരണത്തിന്റെ പ്രഭവസ്ഥാനത്തെ, ഉറവിടത്തെ യേശുവിന്റെ മരണത്താൽ എന്ത് ചെയ്തു? നീക്കി, തുടച്ചു മാറ്റി. ഒരു ഹല്ലേലൂയ പറയാൻ തോന്നുന്നില്ലേ? വന്നതുപോലെ എനിക്ക് തോന്നി തീരുമാനത്തോടെ വന്നിരിക്കുകയാണെന്നുള്ളത്. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടിയൊന്നും പറയില്ല. തന്റെ മരണത്താൽ നീക്കി. ഇതൊരു സാധ്യതയല്ലേ? ഇതാണ് കുരിശുമരണത്തിന്റെ ഒരു സാധ്യത. മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് മരണത്തെക്കുറിച്ച് മനുഷ്യന്റെ ഭയം. അതിങ്ങനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ്. മരണഭയം മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുകയാണ്. ആ മരണഭയത്തിൽ പെട്ടിരുന്ന മാനവരാശിയെ യേശു തന്റെ മരണം കൊണ്ട് നീക്കിയെന്ന് ഇതിനെ വേറൊരു ഭാഗത്ത് പറയുന്നത് നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തികൾ 2:24. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം നോക്ക്. 2:24. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട്, മരണത്തിന്റെ കയറ്, അതാണ് പാശം, മരണക്കയറിനെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ മരണത്തിന്റെ കയറ് കൊണ്ട് അവനെ കെട്ടിയിരുന്നു. ഈ അഴിച്ചു എന്ന് പറയുമ്പോൾ കെട്ടി എന്ന് പറയണ്ടേ? കെട്ടി എവിടൊക്കെ, എങ്ങനെയൊക്കെ കെട്ടി, ആരൊക്കെ കെട്ടി എന്ന് നോക്കിക്കേ. യോഹന്നാന്റെ സുവിശേഷം എടുത്തോ. യോഹന്നാന്റെ സുവിശേഷം 18:12 വാക്യം ആ കെട്ടിനെ പറഞ്ഞു തരാം. യോഹന്നാന്റെ സുവിശേഷം 18:12 വാക്യം നോക്കിക്കേ. പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചു കെട്ടി. കണ്ടോ? അത് ശ്രദ്ധിച്ചോണേ. ഇനി അതിന്റെ 19:40 വാക്യം നോക്ക്. 19:40 അതിന്റെ അവസാനം, 40 അല്ല കേട്ടോ, 40 അവസാനം. യഹൂദന്മാർ സഭ നടക്കുന്ന മര്യാദ പ്രകാരം യേശുവിനെ സുഗന്ധവർഗത്തോടുകൂടി ശീല പൊതിഞ്ഞു കെട്ടി. കണ്ടോ? യേശുവിനെ പിടിച്ചു കെട്ടി, ബാറുകൊണ്ട് കെട്ടി, യേശുവിനെ പൊതിഞ്ഞു കെട്ടി. കേട്ടോണം, യേശുവിനെ പിടിച്ചു കെട്ടി, യേശുവിനെ പൊതിഞ്ഞു കെട്ടി. അരിമത്തേയിലെ യോസേപ്പിന്റെ കല്ലറയിൽ വെച്ചു. കല്ലറയിൽ കല്ലും ഉരുട്ടി വെച്ചു, ഗവൺമെന്റ് മുദ്രയും വെച്ചു, ബന്ധോസായി പിടിച്ച് കെട്ടി വെച്ചിരിക്കുക. നമ്മൾ വായിച്ചതിൻ്റെതാണ്. ദൈവമോ
ഇവര് പിടിച്ചു കെട്ടി പൊതിഞ്ഞു കെട്ടി കല്ലറയിൽ വെച്ച യേശുവിനെ ദൈവമോ മരണത്തിന്റെ ആ കെട്ടുകളെ പൊട്ടിച്ചു. പിടിച്ചു കെട്ടാൻ അതെങ്ങനെയാ സാധിക്കുന്നത്? ഇത് ആരെയാ പിടിച്ചു കെട്ടുന്നത്? യേശുവിനെ. അവരുടെ ഒരു തൃപ്തിക്ക് വേണ്ടി പിടിച്ചു കെട്ടി, പൊതിഞ്ഞു കെട്ടി, കല്ലറയിൽ വെച്ചു, കല്ലറയ്ക്ക് കാവൽ വെച്ചു. ഇതൊക്കെ വളരെ പറയേണ്ട ഒരു വാക്കാ കേട്ടോ. നമുക്കൊക്കെ ഒരു ആവേശം വരുന്ന, ഇതിനകത്തിരുന്ന് നിറഞ്ഞ സന്തോഷത്തോടെ തമ്പുരാനെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുവാനുള്ള ഒരു വിഷയമാണ്. ലോകത്തിന് റോമൻ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇത്രയേ ചെയ്യാൻ പറ്റൂ. പിടിച്ചു കെട്ടാൻ കഴിയും, പൊതിഞ്ഞു കെട്ടാൻ കഴിയും, കല്ലറയ്ക്കകത്ത് ഇറക്കി വെക്കാൻ കഴിയും, കല്ലുരുട്ടി വെക്കാൻ കഴിയും, മുദ്ര വെക്കാൻ കഴിയും, ബന്ദോബസ്തിന് പോലീസിനെ ഏർപ്പെടുത്താൻ കഴിയും. ഒരു ഗവൺമെന്റിന്റെ മുഴുവൻ ശക്തിയും അതിന്റെ പുറകിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ദൈവമോ മരണപാസങ്ങളെ അഴിച്ചു. അടുത്തൊരു വാക്ക് അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യം. എത്ര പേരെയാ മരണം പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? എത്ര എണ്ണത്തെയാ? അങ്ങ് തൊട്ട് അങ്ങ് മുകളിലെ ടോപ്പ് മുതലേ കൊണ്ട് ചിന്തിച്ചാൽ മതി. എത്ര പേരെയാ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന മരണം? രാഷ്ട്രീയ മണ്ഡലത്തിൽ, മതമണ്ഡലത്തിൽ, സാമൂഹിക മണ്ഡലത്തിൽ, ശാസ്ത്ര ലോകത്തിൽ എത്രയെത്ര പേരെയാ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നത് മരണം. മരണത്തെ അഴിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാവരും മരണത്തിന്റെ കയറുകാൽ കെട്ടപ്പെട്ട് മരണത്തിന്റെ ഉരുക്കുമുഷ്ടിയുടെ കയ്യിൽ അടങ്ങി ഒതുങ്ങി മണ്ണിന്റെ മടിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ക്രിസ്തു മരണത്തെ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു. ഈ കെട്ടൊക്കെ നിസാരമായി പൊളിച്ചു. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു സിംഹം പകലിലെ തീറ്റയൊക്കെ തേടി പോയിട്ട് രാത്രിയിൽ അതിന്റെ മാളത്തിലേക്ക്, ഗുഹയിലേക്ക് അങ്ങ് കയറിപ്പോയി സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാൻ. അപ്പോ ആ കവാടത്തിന്റെ കരയിലിരുന്ന് ഇത് വീക്ഷിക്കുന്ന എട്ടുകാലി കണ്ടു. ആഹാ, അങ്ങനെ വരാനും പോകാനും നിന്റെ ഇഷ്ടത്തിന് അങ്ങ് പറ്റുമോ? എന്നാൽ നീ നാളെ ഒന്ന് പുറത്തിറങ്ങുന്നത് കാണണമെന്ന് വെച്ചിട്ട് ഈ സിംഹം അകത്ത് പോയപ്പോൾ ഈ ചിലന്തി എന്ത് ചെയ്തെന്നറിയാമോ? ആ കവാടം മൊത്തം അതിൻ്റെ വായിലെ നൂൽപ്പശ കൊണ്ട് തലങ്ങും വിലങ്ങും ഓടി പെട്ടെന്ന് ഒരു പ്രതിരോധം ഉണ്ടാക്കി, ഒരു വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചൊരു വല ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ നടുക്ക് 8 കാലും വിരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, ഇനി വേണം നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണാം. ആരോടാ പറയുന്നത്? സിംഹത്തോട് ചിലന്തി പറയുക. സിംഹം കുറേ നേരം അങ്ങ് വിശ്രമിച്ചിട്ട് അടുത്ത പ്രഭാതത്തിൽ ഉണർന്ന് പുറത്തു പോകേണ്ട സമയമായി. ഇത് ഉറക്കം എഴുന്നേറ്റിട്ട് അതിൻ്റെ ആ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി കൈകാലൊക്കെ ഒന്ന് വലിച്ച് നിവർന്ന് നിന്നിട്ട് ഒരൊറ്റ ശ്വാസം കിട്ടും. അപ്പോഴത്തേക്കും കാണാം പിള്ളേർ പറയുമ്പോൾ 6 അടിച്ച് കിടക്കുന്നത് അങ്ങോട്ട് പോയി. ആരാ കിടക്കുന്നത്? ചിലന്തി. കിട്ടിയോ? ഒന്ന് ശ്വാസം വിട്ടതേ ഉള്ളൂ, ചിലന്തി പോയി അതിന്റെ വഴിക്ക്. ഞാൻ പറയട്ടെ, പിടിച്ചു കെട്ടി അകത്ത് വെച്ച് മുദ്രയും വെപ്പിച്ച് കാത്തിരിക്കുന്ന ഗവൺമെന്റിന്റെ അധികാര മുദ്രയും കാവൽപ്പടന്മാരെയും കണക്കെ പരാജയപ്പെടുത്തി തോൽപ്പിച്ച് തുന്നം പാടിപ്പിച്ചിട്ട് ചരമഗീതം അവരെ കൊണ്ട് പാടിപ്പിച്ചിട്ട് സിയോൻ രാജാവ് ഇതാ ഉയർത്തെഴുന്നേറ്റു. മരണം നീക്കിയ മരണം സദാകാലത്തേക്ക് മരണം നീക്കി. അതിലൂടെ നമുക്കും നാളെ മരണം നീക്കപ്പെടുവാൻ പോകുന്നു. അനേകം കല്ലറകളിൽ ഉറങ്ങിക്കിടക്കുന്ന മൃതന്മാരെ പുറത്തു വരിക എന്ന് ഈ മരണത്തെ ജയിച്ചവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, മരണത്തെ ജയിച്ചവൻ മുഴങ്ങുവാൻ പോവുകയാണ്. ആട്ടെ, നമുക്ക് ആ ഭാഗം വിടാം. ഇങ്ങനെ 1/2 ഡസനല്ല, 1 ഡസനല്ല, എത്ര വേണമെങ്കിലും ചേർത്ത് പറയാവുന്ന ഒരുപാട് പ്രത്യേകതകളോടുകൂടിയ യേശുവിന്റെ ക്രൂശ് മരണം. അതാണ് നമ്മൾ ആദ്യവാക്യമായി വായിച്ച ഭാഗത്ത് പറയുന്നത്, അവർ യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. ആ വാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യവും 34-ാം വാക്യവും വീണ്ടും ഒന്നുകൂടെ വായിക്കാമോ? തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ നമ്മൾ പലപ്പോഴും ആ വാക്ക് അധികം ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഈ 23-ഉം 24-ഉം വാക്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പാലമാണ് ആ വാക്ക്. ഏത് വാക്ക്? ആ എന്നാൽ വാക്ക് വളരെ അർത്ഥവത്താണ്. എന്താണ് പറയുന്നത്? യേശുവിനെ ക്രൂശിച്ചു, എന്നാൽ കഥ തീരുന്നില്ല. ക്രൂശിച്ചവർ വിചാരിക്കുന്നത് ഞങ്ങൾ അവനെ ക്രൂശിച്ചു, യേശുവിന്റെ കഥ തീർന്നു, അവന്റെ ചരിത്രം തീർന്നു. എന്നാൽ ബൈബിൾ തുടരും, എന്നാൽ തീർന്നില്ലെന്ന്. ക്രൂശിച്ചതോടെ സംഭവം തീർന്നില്ല.
യേശുവിനെ ക്രൂസിൽ തറച്ചതോടുകൂടെ എല്ലാം പരിപൂർണമായി എന്നും മിഥ്യയായിട്ട് ധരിക്കുന്നവർക്ക് അബദ്ധം പറ്റി. എന്നാൽ തുടരുകയാണ്, വീണ്ടും തുടരുകയാണ്. എന്നാൽ പ്രയോഗത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഇന്ന് രാത്രിയിൽ ചിലർക്കെങ്കിലും ഇടയായി തീരട്ടെ. എന്നാൽ ക്രൂശിച്ചെങ്കിലും എന്നാൽ തുടരുകയാണ്. ക്രൂശിച്ചതോടെ തീർന്നില്ല, തീർക്കുന്നതല്ല സുവിശേഷം, തുടരുകയാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? യേശു ക്രൂശിൽ കിടന്നിട്ട് പിതാവേ പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഒന്നാമത്തെ മൊഴി, യേശു കുരിശിൽ കിടന്ന് 7 മൊഴികൾ പറഞ്ഞു. കുരിശിൽ വിടർന്ന 7 മലരുകൾ എന്ന് അതിനെ വിശേഷിപ്പിക്കാം. സുഗന്ധത്തോടു കൂടിയ ഒരു ദൈവപണ്ഡിതൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യേശു ജീവിച്ചിരുന്നപ്പോൾ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതിനേക്കാൾ അധികം മത്തായി 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയ ഗിരിപ്രഭാഷണത്തെക്കാൾ ഈടുറ്റതും ആഴമേറിയതുമാണ് കേവലം കുരിശിൽ കിടന്ന് പറഞ്ഞ 7 വാക്കുകൾ, വെറും 7 മൊഴികൾ. ആ 7 വാക്കുകൾ, 7 മൊഴികളും ചേർത്ത് വെച്ചാൽ പരിമിതമായ വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു സന്ദേശമാണ്. കഴിഞ്ഞ 2026 വർഷങ്ങളായി ആ 7 മൊഴികളെയും കുറിച്ച് പഠിച്ചിട്ടും പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും ധ്യാനിച്ചിട്ടും തീരുന്നില്ല. എനിക്കറിയാം, എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ പിച്ചവെച്ച കാലം മുതലേ തമിഴ്നാട്ടിൽ മധുര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഹോസ്പിറ്റൽ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ ഈ സമയമാകുമ്പോഴും കുരിശീകരണ ധ്യാന യോഗം. നമ്മുടെ പ്രിയങ്കരനായ മഹാനായ എം.ഇ. ചെറിയാൻ സാറിന്റെ കാലത്തെ തുടങ്ങിയത്, ഇന്നും അത് അതുപോലെ തുടരുക. ഇത്രയും വർഷങ്ങളായിട്ട് അതേ വിഷയം ആവർത്തിച്ച് ആണ്ടുതോറും കേൾപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ടും മൂലപദങ്ങൾ പരിശോധിച്ചിട്ടും അതിന്റെ അറ്റം കാണാൻ കഴിയുന്നില്ല. അടുത്ത വർഷം കൂടുമ്പോൾ ഇതുവരെ കേൾക്കാത്ത പുതിയ കാര്യങ്ങൾ പുറത്തു വരികയാണ് ഈ വാക്കുകളിൽ നിന്ന്. പറഞ്ഞവൻ ആരുടെ വായിൽ നിന്നാണ് വരുന്നത്? എന്തെങ്കിലും നേരം പോക്കിന് പറഞ്ഞതല്ല. മരിക്കാൻ കിടക്കുമ്പോൾ ഒരാള് പറയുന്ന വാക്കിന് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ വാക്കിനേക്കാൾ വിലയുണ്ട്, ആഴമുണ്ട്. മരിക്കാൻ സമയത്ത് ചോദിക്കില്ലേ എന്ത് പറഞ്ഞിട്ടാ മരിച്ചത്? പോട്ടെ, അത് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്, അങ്ങ് വിടാം. ആ വാക്കിന് വലിയ ആവേശമുണ്ട്, വലിയ ജീവനുണ്ട്, ശക്തിയുണ്ട്. ദൈവപുത്രൻ ഉലകത്തിൽ വന്നിട്ട് മരിക്കാറാകുന്ന സമയത്ത് പറഞ്ഞ 7 മൊഴികൾ, 3 സൂര്യൻ ഇരുണ്ടു പോകുന്നതിന് മുമ്പ്, 3 സൂര്യൻ ഇരുണ്ടതിന് ശേഷം, 1 ഇരുണ്ടുപോയ സമയത്ത് ഇരുളിൽ വെച്ച് പറഞ്ഞു, 1 മുകളിലോട്ട് നോക്കി പറഞ്ഞു, മറ്റൊരെണ്ണം താഴെ കുനിഞ്ഞു പറഞ്ഞു, മറ്റൊന്ന് വശങ്ങളിൽ കിടക്കുന്ന ആളുകളോട് പറഞ്ഞു. അപ്പൊ മുകളിലോട്ട് നോക്കി പറഞ്ഞു, താഴോക്കി നോക്കി പറഞ്ഞു, വശത്തേക്ക് നോക്കി പറഞ്ഞു. പറയേണ്ടതെല്ലാം പറഞ്ഞു, പറയാൻ പാടില്ലാത്ത ഒന്നും പറഞ്ഞില്ല. പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. ഓർമ്മപ്പെശകിൽ പറഞ്ഞതല്ല, അബോധാവസ്ഥയിൽ ഉളറിയതല്ല, തികച്ചും ബോധവാനായിട്ട് അർത്ഥവത്തായ ജീവസുറ്റതായ വാക്കുകളാണ് എണ്ണി തികച്ച് കുറിയിട്ട് പറഞ്ഞത്. കിട്ടിയോ നിങ്ങൾക്ക്? 7 വാക്കുകൾ. അതിലെ 1ാമത്തെ വാക്കാണ്, പറയാൻ നിവൃത്തിയില്ല, സമയമില്ല, പെട്ടെന്ന് പറയട്ടെ. 1ാമത്തെ വാക്ക് ആരംഭത്തിൽ, ആ അവസാനത്തെ മണിക്കൂറുകളിൽ ജീവൻ വെടിയുന്നതിന് മുമ്പ് അവസാനമായി കുരിശിൽ കിടന്നുകൊണ്ട് യേശു നടത്തിയ 1ാമത്തെ പ്രയോഗം പിതാവേ. പിതാവേ. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, എഴുതി രേഖപ്പെടുത്തി കിട്ടിയതനുസരിച്ച് യേശു സുവിശേഷത്തിൽ പ്രവൃത്തി തുടങ്ങിയപ്പോൾ ആദ്യം ഉച്ചരിച്ച വാക്കും പിതാവെന്ന. ലൂക്കോസ് 2-ാം അധ്യായത്തിലുണ്ട്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ. അത് കഴിഞ്ഞിട്ട് ഒടുവിലായി ക്രൂസിൽ കിടന്ന് പറയുക പിതാവേ. കഠിനമായ വേദന കൊണ്ട് പുളയുമ്പോഴും താനും പിതാവും തമ്മിലുള്ള ബന്ധം ഉലച്ചിൽ വന്നില്ല. പിതാവിനെ തള്ളി പറഞ്ഞില്ല. പിതാവെ എന്ന് വിളിക്കുന്നത് ദേഷ്യത്തോടെ അല്ല, വളരെ ആവേശത്തോടുകൂടെ സ്നേഹത്തോടെ ആ ബന്ധത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് പിതാവേ പിതാവേ. ഇവിടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത്, അപ്പൊ യേശുവിന് പിതാവുണ്ടോ? യേശുവിന്റെ അപ്പനാണോ പിതാവ്? യേശു മോനാണോ? ഇങ്ങനെയൊക്കെ ഒരുപാട് മോശമായിട്ടും കൃത്രിമ സ്വഭാവത്തോടുകൂടെ ഒക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഞാനും നിങ്ങളും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോഴുള്ള ഒരു ബന്ധത്തിലല്ല യേശു ക്രിസ്തു ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചത്. 2 നമ്മൾ വിശ്വാസപരമായിട്ട് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇനിയും ഞാൻ പറയാം, ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്. ക്രൈസ്തവ മതം ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു മതം ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരു ബന്ധം വെളിപ്പെടുത്താറുണ്ടോ? പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്?
നമുക്ക് ക്രിസ്തീയ വിശ്വാസികൾക്ക് മാത്രമാണ് ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച്, ഇങ്ങനെ വേണ്ടല്ലോ വാക്യം, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ഈ ബന്ധം, അതിന്റെ മാധുര്യമ, അതിന്റെ ഐശ്വര്യം, അതിന്റെ ശ്രേഷ്ഠത ഒന്ന് വേറെ തന്നെയാണ്. ഇനിയും യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഈ വാക്ക് കേൾക്കുന്നുവെങ്കിൽ അവർ ചോദിക്കുന്നത് കണ്ടോ, കുരിശിൽ വെച്ച് യേശു എന്തെന്ന് വിളിച്ചു? പിതാവേ എന്ന് വിളിച്ചു. പിതാവേ. അവർ വിചാരിക്കുന്നത് യേശുവിന് ദൈവം പിതാവായത് ഈ മറിയയിൽ യേശു എന്ത് ചെയ്തതിലൂടെ, ജനിച്ചതിലൂടെ. അത് മുതലാണ് പിതാവിന് യേശു പിതാവായത്, അതിനു മുമ്പല്ല എന്നാണ്. അല്ല, യേശുവിന്റെ നിത്യാസ്തിത്വത്തെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞ് വളരെ ആവേശത്തോടുകൂടെ വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടത്തിൽ ഒരു വല്യമ്മച്ച് എഴുന്നേറ്റ് അവരോട് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു. എന്നതാ ചോദിച്ചതെന്ന് അറിയാമോ? അപ്പൊ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് യേശു ജനിച്ചതോടുകൂടിയാണ് മകനായതും അന്നു മുതലാണ് ദൈവം അവന് പിതാവായതുമെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. പിതാവ് എന്ന് മുതൽ പിതാവായി? മനസ്സിലായോ? പിടികിട്ടിയില്ല. ഇരിപ്പ് കണ്ടിട്ട് ഒന്നും പിടികിട്ടിയതായിട്ട് തോന്നുന്നില്ല. പിതാവ് എന്ന് മുതൽ പിതാവായി? ഉത്തരം പിടികിട്ടിയില്ല. എന്ന് മുതൽ പുത്രനുണ്ടോ അന്ന് മുതലാണ് പിതാവായി. അപ്പൊ ഞാന് ജനിച്ചപ്പോൾ പിതാവായില്ല, ഞാൻ 2 മക്കളുടെ അപ്പനാണ്. ഞാൻ എന്ന് അപ്പനായോ അന്നാണ് എനിക്ക് മകനുണ്ടായത്. അല്ലാതെ ഞാൻ ജനിച്ചപ്പോൾ അപ്പനായിട്ടല്ല ഉലകത്തിലേക്ക് വന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ആ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വാമുട്ടി പോയി അവർ. അതുകൊണ്ട് ഇവിടെ പറയാൻ വരുന്നത് യേശുക്രിസ്തുവും ദൈവവും തമ്മിലുള്ള പിതാവുപുത്ര ബന്ധമെന്ന് പറയുന്നത് കന്യകാജനനത്തിലൂടെ ഉണ്ടായതല്ല. അത് മുമ്പേ, അതിന് വാക്യങ്ങളെടുത്ത് വായിപ്പാൻ ഇതൊരു ബൈബിൾ ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാൻ വിടുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്നോടുള്ള. എന്നിട്ട് റോമർ 8:3 പറയുന്നത് ദൈവം തന്റെ പുത്രനെ അയച്ചു. ദൈവം തന്റെ പുത്രനാക്കി അയച്ചെന്നല്ല, പിന്നെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അയച്ചു. ചിന്തിക്കുന്നവർ ഓർക്കുക, പുത്രനെയാണ് അയച്ചത്, പുത്രനാക്കിയല്ല അയച്ചത്. ആ ബന്ധം അത് നിത്യബന്ധമാണ്. ഇത് ജനനത്താൽ ഉണ്ടായതും മരണത്താൽ മാറാത്തതുമായ നിത്യബന്ധം. ആ ബന്ധത്തിലാണ് കുരിശിൽ കിടന്നിട്ട് തമ്പുരാൻ കർത്താവ് ദൈവത്തോട് ചോദിക്കുന്നു, പിതാവേ. അടുത്തതാ പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട്. ചെയ്യുന്നത് എന്നതാ ഇവർ ചെയ്യുന്നത്? കൂടി നിൽക്കുന്ന യഹൂദ പരീക്ഷകൾ തട്ടഹസിച്ച് അർമാന്തിച്ച് അവർ കൈകളിൽ ആയുധമേന്തി ഈ കുരിശിന് ചുറ്റിലുമായി നിന്ന് കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. നിന്ന, തുപ്പൽ, പരിഹാസം, ചമ്മട്ടിപ്രയോഗം, എന്തു വേണ്ട, കളിയാക്കൽ, ഇതൊക്കെയാ ചെയ്യുന്നത്. ഇന്ന് രാത്രികാലം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? എന്തൊക്കെ ചെയ്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ യോഗത്തിൽ ഇരിക്കുന്നത്? എന്താണ് ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെയ്യുന്നവർക്കറിയാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശയപരമായി ചെയ്യുന്നത്, എഴുതിക്കൊണ്ട് ചെയ്യുന്നത്, പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യുന്നത്, സാമ്പത്തിക മേഖലയിൽ ചെയ്യുന്നത്, കുടുംബത്തിൽ ചെയ്യുന്നത്, കുടുംബത്തോട് ചെയ്യുന്നത്, കൂട്ടുവിശ്വാസികളോട് ചെയ്യുന്നത്, സമൂഹത്തോട് ചെയ്യുന്നത്, അയൽക്കാരനോട് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇവർ ചെയ്യുന്നത്. അടുത്ത് ഞാൻ നിർത്താൻ പോകുന്നതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ചെയ്യുന്നത്, അടുത്ത പരി, അടുത്തെന്താ? ഇന്നതെന്ന്. അതിനകത്തൊരു ആശയം കൂടെ ഉണ്ട്. ഇന്നതെന്ന്, ഇന്നയാളോടെന്ന്. ഇന്നതെന്ന് അവർക്ക് അറിയത്തില്ല. ചെയ്യുന്നതിനെ കുറിച്ചൊരു ബോധമില്ല. ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അടുത്ത് പറയുകയാണ്, അറിയായ കൊണ്ട്. അറിയായിരാണോ ഇതൊക്കെ ചെയ്യുന്നത്? തീർച്ചയ്ക്കും അങ്ങനെ. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ പടയാളികൾ ചെയ്തതൊന്നും അറിവിൽ ചെയ്തതല്ല, അറിഞ്ഞു ചെയ്തതല്ല. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 2:8 എഴുതി വെച്ചിട്ടുണ്ട്. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ല. എത്ര നല്ല വാക്യമാണ് അല്ലേ? അവർക്ക് അബദ്ധം പറ്റിപ്പോയി. യഹൂദന്മാർക്ക് ഒന്നടങ്കം പിന്നീട് അബദ്ധം പറ്റിപ്പോയി. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കണ്ടായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ? ഇവൻ ഉയർക്കുമായിരുന്നെങ്കിൽ, ഇവൻ ഉയർത്തു വരുമായിരുന്നെങ്കിൽ ഇവനെ ക്രൂശിക്കും. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ.
ഇവൻ ഉയർക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. നമ്മൾ തല്ലിയതും കൊന്നതും ദൈവപുത്രനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. അറിയായ്മയിൽ അവർ ചെയ്തു, അറിയായ്മയിൽ അവർ ചെയ്തു. ഇന്നും ഒരുപാട് പേർ കാട്ടിക്കൂട്ടുന്നതൊന്നും അറിഞ്ഞിട്ടല്ല. അവർ പരിഹസിക്കുന്നത് അറിയാതെയാ പരിഹസിക്കുന്നത്, നിഷേധിക്കുന്നത് അറിയാതെയാ നിഷേധിക്കുന്നത്. അറിയായികയിൽ എല്ലാം അറിയാൻ ലോകത്തിൽ ഒരു ഭാഗത്ത് താത്വികമായിട്ട് അറിയാം, സാങ്കേതികമായി ശാസ്ത്രീയമായി. ഇന്നത്തെ അറിയാൻ മേലാത്ത, ഇന്നത്തെ ഈ ലോകത്തിൽ എന്താ മനുഷ്യൻ അറിയാൻ പാടില്ലാത്ത? എല്ലാം അറിയാം, പക്ഷെ അറിയേണ്ടത് അറിഞ്ഞുകൂടാ. അറിയേണ്ടതുപോലെ അറിഞ്ഞുകൂടാ. അന്ധതയിൽ കിടക്കുക, അറിയായ്മയിൽ. വീണ്ടും ഒരു കാര്യം കൂടി ചേർത്ത് കേട്ടു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കത്തില്ല. അറിയായ്മയിൽ പൗലോസ് കുറെ ചെയ്തു കൂട്ടി. എന്നിട്ട് പൗലോസ് പറയുക, ഞാൻ അത് അറിയായ്മയിൽ ചെയ്തത് കൊണ്ട് എനിക്ക് ക്ഷമ ലഭിച്ചു. അറിയായ്മയിൽ ചെയ്യുന്നത്, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ചെയ്തിട്ടുള്ളത് പലതും അറിയായ്മയിലാണ്. പക്ഷെ എല്ലാം അറിയായ്മയിലല്ല. ആണോ അല്ലയോ? ഒന്ന് ഓർത്ത് നോക്ക്. നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം നമുക്കറിയാം. അങ്ങനെ പറഞ്ഞുകൂടാ, അവരോട് അത് പറഞ്ഞുകൂടാ, ഈ പ്രവൃത്തി ചെയ്തുകൂടാ, ഇത് തെറ്റാണ്, ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് പാടില്ല, ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് പാടില്ല, ഞാൻ വേർതിരിക്കപ്പെട്ട ഒരു വിശ്വാസിയാണ്, ഞാൻ ഇങ്ങനെ ചെയ്തുകൂടാ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൂടാ, ഇത് എനിക്ക് അരുതാത്തതാണ്, ദൈവം വിലക്കിയിരിക്കുന്നതാണ്, അത് തെറ്റാണ് എന്ന് എത്രയോ വട്ടം നമുക്കറിയാം. അറിഞ്ഞിട്ടും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അറിയായ്മയിൽ ചെയ്യുന്നത് ദൈവം പൊറുക്കും. അറിഞ്ഞു ചെയ്യുന്നതിനെ, അതിനിങ്ങനെ ഒരു പേരാണ് അതിന് പറയുന്നത്. എന്തുവാണെന്നറിയാമോ? സ്വമേധാപാപം. സ്വമേധാപാപം. ബോധപൂർവം പാപമാണെന്നും തെറ്റാണെന്നും അറിഞ്ഞിട്ട് മനോബോധത്തോടുകൂടെ ചെയ്യുന്നത്. അതിന് തക്കതായ എന്തുണ്ട്? അടിയുണ്ട്. ദൈവം കൃപ ചെയ്യട്ടെ. അതുകൊണ്ട് തിരിച്ചറിയണം. എന്തൊക്കെയാ തിരിച്ചറിയേണ്ടത്? ക്രിസ്തുവിനെ തിരിച്ചറിയണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അവർ ശബത്ത് തോറും വായിച്ചു വരുമ്പോൾ വായിക്കുന്ന ദൈവപുത്രനെ തിരിച്ചറിയാതെ വചനത്തെ തിരിച്ചറിയണം. ദൈവവചനത്തെ തിരിച്ചറിയണം. നിങ്ങൾ വചനത്തെ, ദൈവശക്തിയെ തിരിച്ചറിയായതുകൊണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി ഞാൻ വിഷയത്തിൽ പറഞ്ഞു നിർത്താൻ പോവുക. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന, ഈ ശബ്ദം പുറത്ത് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ പോകുന്നുവെങ്കിൽ, അടിസ്ഥാനപരമായി നിങ്ങൾ അറിയേണ്ടതായ കാര്യം ഒന്ന്, രക്ഷിക്കപ്പെടണം. ഇത് പലവട്ടം കേട്ടും മനസ്സിലാക്കിയിട്ടും ഇന്നും അതിലൊരു ഗ്യാപ്പിട്ട് ബ്രാക്കറ്റിലിട്ട് ആട്ടെ നോക്കാം വരട്ടെ എന്ന് പറഞ്ഞു പോകുന്നുവെങ്കിൽ, ബൈബിൾ പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ആ കുരിശിലെ മൊഴികൾ പറഞ്ഞ് പുറകോട്ട് വരുമ്പോൾ വേറൊരു മൊഴി പറയുമ്പോൾ കർത്താവ് ഒരു കള്ളനോട് പറയുന്നല്ലോ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന് ആ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ചിലർക്ക് ഇന്ന് അതാണ്. ഇന്ന് രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ടയാൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുഴുകി സ്നാനം സ്വീകരിക്കണം. തിരിച്ചറിയണം. തിരുവെഴുത്ത് തിരിച്ചറിയുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് സ്നാനം. ഒരുപാട് പേര് സ്വീകരിക്കുന്നില്ല, സ്വീകരിച്ചിട്ടുണ്ട്, അത് തെറ്റായ രീതിയിൽ. എന്നാൽ ശരിയായ സ്നാനം എന്ന് പറയുന്നത് യേശുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ ഏറ്റെടുത്ത ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനം എന്ന നിലയിൽ വെള്ളത്തിൽ മുഴുകി സ്നാനം സ്വീകരിക്കണം. തിരുവെഴുത്ത് തിരിച്ചറിയുന്ന ആള് തിരിച്ചറിഞ്ഞ് അനുസരിക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അങ്ങനെ സ്നാനപ്പെട്ടയാള് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം സമാന സ്വഭാവത്തോടുകൂടെ പ്രാദേശികമായി കൂടി വരുന്ന സ്ഥലം സഭകളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കണം. ഇത് തിരിച്ചറിയണം. അങ്ങനെ ആരാധിക്കുന്നവർ ലോകത്തോടും പാപത്തോടും വേർപെട്ട് ജീവിതത്തെ സൂക്ഷിക്കണം. അവർ വചനം വായനയിലും കർത്താവിനെ സ്നേഹിക്കുന്നതിലും സുവിശേഷം സാക്ഷ്യം വഹിക്കുന്നതിലും ആവേശത്തോടെ മുമ്പോട്ട് പോകുകയും വേഗം വെളിപ്പെടുവാൻ പോകുന്ന യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുകയും വേണം. ഞാൻ ഇപ്പൊ പറഞ്ഞ ചില കുറിപ്പുകളുണ്ടല്ലോ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മൂലമെന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജീവിതം ചെയ്യുവാൻ താല്പര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഒരു ജീവിതം ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇല്ല എങ്കിൽ അതിനുള്ള ഒരു തീരുമാനമെടുക്കുന്ന രാത്രിയായി ഇത് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാം. ഇങ്ങനെ ഒരു സന്ദർഭം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും തലകൾ വണക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവകരങ്ങളിൽ നമ്മെ പരമേൽപ്പിക്കാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ക്രൂശിന്മേൽ എന്നുള്ള പാട്ട്
പ്രിയപ്പെട്ട ബാബു ബ്രദറിനോടൊപ്പം ചേർന്ന് അതിൻ്റെ ഈരടികൾ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താതിരിക്കുന്ന ഒരാൾക്ക് നിന്റെ മനസ്സിൻ്റെ കണ്ണ് കാൽവറിയിലെ ക്രൂസിലേക്ക് നോക്കി കണ്ട് നമുക്ക് വേണ്ടി പ്രാണനെ പിടഞ്ഞു വിടുന്ന നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൻ്റെ ശ്രീഹോവിലേക്ക് ഉള്ളിലേക്ക് ഉൾത്താരയിലേക്ക് സ്വീകരിച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കുന്ന രാത്രിയായി ദൈവം ഇത് തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാട്ടിൻ്റെ ഇരടികൾ ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ചേർന്ന് ക്രൂശിന്മേൽ കാണുന്ന ക്രൂശിന്മേൽ കാണുന്ന നമുക്ക് വേണ്ടി ക്രൂസിൽ മരിക്കുന്ന ക്രിസ്തു, പാപത്തെ സ്നേഹിക്കുവാൻ ഞാൻ ഇനി പോകില്ല എന്ന ആ വരി യഥാർത്ഥമായി ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി രക്താഭിഷിക്തനായി ക്രൂസിൽ തൂങ്ങുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പാപമോചനം പ്രാപിച്ച മഹാസൗഭാഗ്യത്തോടുകൂടെ സ്തോത്രത്തോടെ സന്തോഷത്തോടെ നമുക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാം. തുടർന്നുള്ള ക്രമീകരണങ്ങൾ ചുമതലപ്പെട്ടവർ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതാണ്. ഇതേ നിലയിൽ നമുക്ക് തുടരാം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ ദേശത്തോടുന്ന് വളരെ വ്യക്തമായ നിലയിൽ ദൈവത്തിന് ഓർപ്പിക്കുവാനായിട്ട് ഇടയായത്. അതേ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും ഈ രക്ഷ കരസ്ഥമാക്കാത്തവരായിട്ട് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഈ കർത്താവിനെ വിശ്വസിച്ച് അവിടുത്തെ രക്ഷിതാവും കർത്താവുമായി ഉള്ളെങ്കിൽ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ വലിയവനായിട്ടുള്ള കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇപ്പോൾ സുവിശേഷകൻ അജ്മൽ സുലൈമാൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച്
ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുനാമത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം മുതൽ ഈ സന്ധ്യാസമയം വരെ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട്, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അനേക ദിവസങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കരകുടത്തുള്ള ദൈവസഭയ്ക്ക് ഇങ്ങനെ 3 ദിവസത്തെ ഒരു സുവിശേഷ യോഗം നടത്തുവാൻ അങ്ങ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ഇന്നലെയും അവിടുത്തെ ദാസനിലൂടെ വചനം ശ്രവിക്കുവാൻ അങ്ങ് സഹായിച്ചു. 2ാം ദിനമായ ഇന്നും ഞങ്ങൾക്ക് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാൻ കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ മരണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അവിടുത്തെ ദാസനിലൂടെ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. കർത്താവെ, അതൊക്കെ ഞങ്ങൾ ഓർക്കുമ്പോൾ, കർത്താവെ, അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാതെ, മറ്റാരും അനുഭവിക്കാതിരുന്ന ഒരു ശിക്ഷ, ഒരു നാശകരമായ അല്ലെങ്കിൽ ഒരു മോശമായ ശിക്ഷ അവിടുന്ന് ഏറ്റതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയത്. അതോർത്തും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിച്ച അല്ലെങ്കിൽ ഇവിടെ കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കർത്താവെ, അവരുടെ പാപങ്ങൾ കൂടിയാണ് കർത്താവ് മരിച്ചത് എന്നുള്ള ആ ബോധ്യം, അവരൊരു പാപിയാണ്, ഒരു പാപബോധം അവർക്കുണ്ടാകുവാൻ ഒക്കെ ഇടയായിത്തീരണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസൻ TP കനകരാജ് അവരുകളെ ഞങ്ങളുടെ മധ്യ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. അനേക സ്ഥലങ്ങളിൽ അവിടുത്തെ ദാസൻ കർത്താവെ അങ്ങയുടെ വചനവുമായിട്ട് കടന്നു പോകുന്നുണ്ട്. അവിടുത്തെ ദാസനെ തുടർന്നും സഹായിക്കണം. കർത്താവെ, അനേകം ആളുകളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അവിടുത്തെ ദാസനെ സഹായിക്കണം. ആവശ്യമായ ആരോഗ്യവും സൗഖ്യമൊക്കെ അവിടുത്തെ ദാസന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരകുളത്തുള്ള ദൈവസഭയ്ക്കായിട്ട് സ്തോത്രം. ഈ സഭയെ മാനിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തും കർത്താവെ അങ്ങയുടെ വചനം എത്തുവാൻ അവിടുത്തെ ദാസന്മാരെ അങ്ങ് ഒരുക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഗാനങ്ങൾ പാടുവാൻ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിച്ചു, തുടർന്നും അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയും മീറ്റിംഗ് നടക്കേണ്ടതായിട്ടുണ്ട്. കർത്താവെ, സഹായിക്കണം. അനേകം ആളുകൾക്ക് ഇന്ന് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കെല്ലാം നാളെയും കടന്നു വന്ന് കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഒരുമിച്ച് കേട്ട് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ അങ്ങ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം. കടന്നു വന്നിരുന്ന എല്ലാവരെയും തൃക്കങ്ങൾ സമത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഇന്ന് വചനം സംസാരിച്ച അവിടുത്തെ ദാസനോടൊപ്പം കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുമൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരു പ്രത്യേകമായ അറിയിപ്പ്. നാളെ കൃത്യം 6 മണിക്ക് തന്നെ പ്രാർത്ഥനയോടുകൂടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയമുള്ളവരും നേരത്തെ തന്നെ എത്തിച്ചേരണമേ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, നാളെ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ഡോക്ടർ PM ജോർജ് കുട്ടി എരുമേലി അവറുകളാണ്. അദ്ദേഹം ഇന്ന് തന്നെ നമ്മുടെ മധ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ സഭാചരിത്ര മുത്തുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കോപ്പികൾ വാങ്ങുവാനായിട്ട് സാധിക്കും. 150 രൂപയാണ് ഈ കോപ്പിയുടെ വില. നമ്മുടെ ഏവരുടെയും
ആത്മീയ ജീവിതത്തിന് വളരെ ഇത് ഗുണകരമായി തീരുമെന്ന് വിശ്വസിക്കുകയാണ്. ആ നിലയിൽ ആവശ്യമുള്ളവർ കോപ്പികൾക്കായിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടണമെന്നുള്ള കാര്യം